Hello everyone and welcome back to our class on company accounts. Previous class company accounts company theoretically and also we started our discussion on shares. So let us continue our discussion on the shares portion. For last class shares journal entry subscription over subscription ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു wherein over subscription വന്നിരിക്കുന്നതെല്ലാം തിരിച്ച് റീഫണ്ട് ചെയ്യുന്ന ആ ഒരു കേസ് അതിനോടൊപ്പം നമ്മൾക്ക് ഒരു കേസും കൂടെ അലൗഡ് ആണ് അല്ലെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ we haven't taken any problem for that but before going in detail on this pro rata allotment which is one of the important areas from this chapter നമ്മൾക്ക് മറ്റൊരു ചെറിയ ഒന്ന് രണ്ട് ടോപ്പിക്സും കൂടെ ഒന്ന് കവർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പ്രോ റേറ്റയുടെ problems നമ്മൾക്ക് വർക്ക് ഔട്ട് ചെയ്യാം and the first one in our today's discussion being shares issued at a price other than face value shares issued at discount or at premium അതായത് നമ്മൾ പറയുന്ന ഷെയർ സർട്ടിഫിക്കറ്റിൽ ഓരോ എമൗണ്ടും കാണും ഒരു ഫിക്സ്ഡ് എമൗണ്ട് കാണും അതിനെയാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പറയുന്നത് now every time shares will not be issued at that face value itself face value ൽ തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് issued at par എന്നുള്ള വാക്ക് issued at par meaning you have issued at the face value mentioned in the share certificate document itself. Now, at certain cases, you can even issue at a price other than the face value, which is generally, theoretically, discount and premium. And as the name suggests, discount will be something wherein you are issuing at a price less than face value. ഫേസ് വാല്യൂവിനേക്കാളും കുറവാണ് നിങ്ങൾ ഇഷ്യൂ ഫേസ് വാല്യൂ 10 രൂപയാണെങ്കിൽ നിങ്ങൾ 9 രൂപയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ വിച്ച് ഇസ് ടേംഡ് ആസ് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ബട്ട് ജനറലി ഓർ കറന്റ്ലി വി ആർ നോട്ട് സപ്പോസ് ടു ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് ആസ് പെർ ദ കമ്പനി റെഗുലേഷൻസ് അപ്പോൾ ലോ പ്രകാരം നമ്മൾക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നാലും തിയററ്റിക്കലി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഫേസ് വാല്യൂവിന് താഴെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഷെയർസ് ഇഷ്യൂഡ് പ്രീമിയം എന്തായിരിക്കും ഷെയർസിനെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെയറിന് എന്താണോ ഫേസ് വാല്യൂ ഉള്ളത് അതിനേക്കാളും കൂടുതൽ അതായത് ആ ഫേസ് വാല്യൂവിൻ്റെ കൂടെ ഒരു എക്സ് ഫിഗർ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അതിനെയാണ് പ്രീമിയത്തിൽ എന്ന് പറയുന്നത് 10 രൂപയുടെയാണ് ഫേസ് വാല്യൂ എങ്കിൽ നമ്മൾ ചിലപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് 15 രൂപയായിരിക്കും ആ 5 രൂപയാണ് അഡീഷണലി പേ ചെയ്യുന്നതാണ് പ്രീമിയം എന്ന് പറയുന്നത് അത് ആർക്കാണ് പൊതുവെ വരുന്നത് ഇപ്പോൾ കമ്പനീസ് വിച്ച് ആർ ഫൈനാൻഷ്യലി വെരി സ്ട്രോങ് അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ടീം നല്ല ആൾക്കാരാണ് അങ്ങനെയൊക്കെയുള്ള കേസസിലാണ് പൊതുവെ ഷെയർസ് ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ ഉള്ള ഒരു എമൗണ്ടിൽ വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ ഇഷ്യൂ ട്രേഡ് ചെയ്യുന്നത് അതിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത് സോ ഷെയർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം or if at all theoretically discount എന്ന് ചോദിച്ചാൽ പോലും ഫേസ് വാല്യൂ മാത്രമായിരിക്കും എപ്പോഴും ക്യാപിറ്റലിലേക്ക് പോകാൻ പാടുള്ളൂ ഫേസ് വാല്യൂ ഷുഡ് ഓൺലി ഗോ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ട് അപ്പോൾ പ്രീമിയത്തിലാണ് വിൽക്കുന്നതെങ്കിൽ അഡീഷണലി നമ്മളൊരു 5 രൂപയും കൂടെ വാങ്ങിക്കുന്നുണ്ടല്ലോ അതെങ്ങോട്ട് പോകും ആ അഡീഷണൽ എമൗണ്ട് ഓഫ് 5 rupees will go to something called a new ledger termed as securities premium account മറ്റൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫോർ റെക്കോർഡിംഗ് ദിസ് പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം ഇനി ഡിസ്കൗണ്ടിൽ നമ്മൾക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ലാത്ത കാരണം തിയററ്റിക്കലി മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ അതിൻ്റെ ജേർണൽ എൻട്രീസ് ഒന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല ബിക്കോസ് ഇറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് ഗോയിങ് ടു ബി ഡൺ സോ പ്രീമിയം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആസ് പാർട്ട് ഓഫ് ജേർണൽ എൻട്രീസ് ഓൾസോ സോ ആസ് ഐ സെഡ് ദ അഡീഷണൽ എമൗണ്ട് ദാറ്റ് യു ആർ ഗെറ്റിംഗ് as part of the issue over and above the face value will be taken to something called securities premium and this securities premium will be recorded under a group common head called reserves and surplus എന്താണ് reserves and surplus നമ്മൾക്ക് sole proprietorship firmൽ നമ്മൾ കണക്കുകൾ പഠിച്ചപ്പോൾ ഒരൊറ്റ ഇൻവെസ്റ്ററേ ഉള്ളൂ അല്ലെ ഒറ്റ ഓണറേ ഉള്ളൂ അല്ലേ അപ്പോൾ അയാൾ കൊണ്ടുവന്ന എമൗണ്ട് എല്ലാം ക്യാപിറ്റൽ നമ്മൾ വിളിക്കുന്നു എന്നിട്ട് ട്രേഡിംഗ് P&Lൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ അവകാശിയും ആരാണ് ഈ ഓണറാണ് ഒറ്റ ഒരാളെ ഉള്ളൂ അല്ലേ അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് മുഴുവൻ നമ്മൾ അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്താണ് കാണിച്ചുകൊണ്ടിരുന്നത്
പക്ഷെ when you talk about a company, it's a separate legal entity and owners will keep on changing. അതായത് ഷെയർ ഹോൾഡേഴ്സ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ ഒരിക്കലും ക്യാപിറ്റലിലേക്ക് അതിനെ ആഡ് ചെയ്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. പകരം ഈ പ്രോഫിറ്റും ഗെയിൻ ആയിട്ടുള്ള പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ നമ്മൾക്ക് വേറൊരു ഗ്രൂപ്പ് ഓഫ് ഹെഡ് തന്നെ വരും. ക്യാപിറ്റൽ പോലെ തന്നെ മറ്റൊരു ഹെഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, വിച്ച് ഇസ് ടേംഡ് ആസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഇതിൽ വരാൻ പോകുന്നത് P&L അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് അത് വരും. അതേപോലെ വരുന്ന മറ്റൊരു ഐറ്റമാണ് സെക്യൂരിറ്റീസ് പ്രീമിയം. ഇനി നമ്മൾ പല ഗെയിൻസിനെ കുറിച്ചും പ്രോഫിറ്റിനെ കുറിച്ചും ഒക്കെ പഠിക്കും ആസ് പാർട്ട് ഓഫ് ഫൗണ്ടേഷൻ ആസ് വെൽ ആസ് ഇന്റർ ഒക്കെ പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റിസർവ്സ് ആൻഡ് സർപ്ലസിലേക്ക് എന്തൊക്കെ ലെഡ്ജേഴ്സ് ആണ് ആഡ് ആയി വരാൻ പോകുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഗെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ പൊതുവെ വരുന്നത്. സോ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ഒരു അഡീഷണൽ ഗെയിൻ ആണ്. സാധാരണ ഒരു കമ്പനി എപ്പോഴും പ്രീമിയത്തിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്നത് നല്ല വെൽ ഓഫ് ആയിട്ടുള്ള കമ്പനീസും നല്ല മാനേജ്മെന്റ് ഉള്ളത് എന്തെങ്കിലും പ്ലസ് പോയിന്റ്സ് ഉള്ളവരാണ്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്നത് ആ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുഡ് വില്ല് കാരണമുള്ള ഒരു അഡീഷണൽ ഗെയിൻ ആണ്. Therefore നമ്മൾ ഗെയിൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലേക്കായിരിക്കും ഈ പ്രോഫിറ്റ്സ് എല്ലാം കാണിക്കാൻ പോകുന്നത്. P&L കിട്ടുന്ന പ്രോഫിറ്റും സെക്യൂരിറ്റീസ് പ്രീമിയം ഒക്കെ. അപ്പോൾ ഈ ക്യാപിറ്റൽ നമ്മൾ കാണിക്കാൻ പോകുന്നതോ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റൊരു മെയിൻ ഹെഡ് കാണും. അതാണ് ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി സൈഡിൽ ഏറ്റവും ആദ്യം നമ്മൾ എഴുതാൻ പോകുന്ന ക്യാപിറ്റൽ അക്കൗണ്ട്. അവിടെ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എഴുതും. ആൻഡ് ദെൻ നെക്സ്റ്റ് ഹെഡിങ് തൊട്ടടുത്ത് തന്നെ വരുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതിലായിരിക്കും നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഫ്രം P&L സെക്യൂരിറ്റീസ് പ്രീമിയം ഒക്കെ കാണിക്കുന്നത്. ദെൻ വി വിൽ റൈറ്റ് ലയബിലിറ്റീസ്, നോൺ കറന്റ് ലയബിലിറ്റീസ്, അതായത് ഒത്തിരി നാളുകൾക്ക് കൊണ്ട് അടച്ചു തീർക്കേണ്ട ലയബിലിറ്റി, ഇമ്മീഡിയറ്റ്ലി അടച്ചു തീർക്കേണ്ട ലയബിലിറ്റി, ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ബാലൻസ് ഷീറ്റ് ഓഫ് കമ്പനിയിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. But ultimately this profit or securities premium അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നതും കൂടെ ചേർത്താണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന് വെച്ചാൽ ഈ ഗെയിൻ എല്ലാം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഈ കമ്പനിയുടെ ഓണേഴ്സിന് അവകാശപ്പെട്ടതാണ് അല്ലേ. അത് P&L വഴി വന്നായിക്കോട്ടെ, പ്രീമിയം വഴി വന്നായിക്കോട്ടെ, എന്താണെങ്കിലും ഇതെല്ലാം ഓണേഴ്സിന് അവകാശപ്പെട്ട പ്രോഫിറ്റ് ആണ്. ജസ്റ്റ് ലൈക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ഓണേഴ്സ് ആരാണ്? ഓരോ ഷെയർ ഹോൾഡർ ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്സ് എന്നാണ് നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ കളക്റ്റീവ്ലി വിളിക്കുന്നത്. ക്യാപിറ്റലിനെയും റിസർവ്സ് ആൻഡ് സർപ്ലസിനെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്നത്. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം പല രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. ഒന്ന്, അത് നിങ്ങളുടെ തിയറിയിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചറിന്റെ റിഡംഷൻ സമയത്ത്, ഡിബെഞ്ചർ എന്ന് പറയുന്ന വാക്ക് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിബെഞ്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിനെ കുറിച്ചും പഠിക്കുന്നതാണ്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി. അപ്പോൾ റിഡംഷൻ എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ വാക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയറും ഡിബെഞ്ചറും റിഡീം ചെയ്യുമ്പോൾ ആ റിഡംഷന് ചിലപ്പോൾ നമ്മൾ കമ്പനിക്ക് ഒരു നഷ്ടമൊക്കെ ഉണ്ടായിരിക്കും. ആ പർപ്പസിന് വേണ്ടി പ്രീമിയം യൂസ് ചെയ്യും. പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് വെച്ചാൽ പ്രിലിമിനറി എക്സ്പെൻസസ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ വേണ്ടി വരും അല്ലെ. കുറേ സ്റ്റാമ്പ് പേപ്പേഴ്സ് ലോ പ്രകാരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിന് കുറേ രജിസ്ട്രേഷൻ ഫീസുകളും ഒക്കെ വരും. പിന്നെ അത് നമ്മൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിനെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നതൊക്കെ ചെയ്യാം. അപ്പോൾ അവരുടെ ഫീസ്, ഇങ്ങനെ പല ചെലവുകൾ നമ്മൾക്ക് വരും. കമ്പനി ഉണ്ടാകുന്നതിന് മുൻപ്, അതായത് കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ആകാൻ വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന ചെലവുകളാണ്. അതിനെല്ലാമാണ് നമ്മൾ ഈ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ പ്രിലിമിനറി എക്സ്പെൻസസ് സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്യുകയാണ്. പണ്ട് അതൊരു 5 കൊല്ലം കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യണമെന്നായിരുന്നു. ഇപ്പോൾ പൊതുവെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഈ പ്രിലിമിനറി എക്സ്പെൻസ് കണ്ടാൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി റൈറ്റ് ഓഫ് ചെയ്യും. ലെറ്റ് ദാറ്റ് ബി അസൈഡ്. എപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോൾ ഇതാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ആദ്യത്തെ പ്രിലിമിനറി സ്റ്റേജിൽ ഈ കമ്പനി ഇൻകർ ചെയ്യുന്ന ചെലവുകൾ. ആ ചെലവുകൾ റൈറ്റ് ഓഫ് ചെയ്യാനും, അതായത് എഴുതി തള്ളാനും നമ്മൾക്ക് എന്തുപയോഗിക്കാം? സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാം.
വാങ്ങിക്കാം. ഇങ്ങനെ 1-2 പോയിന്റ്സ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓൺ ഷെയർസ് വാങ്ങിക്കാൻ നിങ്ങളുടെ 2-3 പോയിന്റ്സ്. പ്ലീസ് ഗോ ത്രൂ those points as well. സെക്യൂരിറ്റീസ് പ്രീമിയം എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നുള്ള ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആ ഭാഗത്തുനിന്ന് വരാം. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഈ 2 പോയിന്റ് ആണ്. സോ സെക്യൂരിറ്റീസ് പ്രീമിയം നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ 10.31 കൊടുത്തിട്ടുണ്ട് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഏറ്റവും ആദ്യത്തെ 2 പോയിന്റ്സ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറും ഡിബെഞ്ചേഴ്സിന്റെ സമയത്ത് എന്തെങ്കിലും കമ്പനിക്ക് നഷ്ടം വരികയാണെങ്കിൽ, നഷ്ടം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, കമ്പനി ചിലപ്പോൾ 10 രൂപയായിരിക്കും പ്രിഫറൻസ് ഷെയർ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുക. പക്ഷെ റിഡീം ചെയ്യാൻ നേരത്ത് ചില സമയത്തൊക്കെ കൂടുതൽ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് ആ റിഡംഷനിൽ അവർ ഓൾറെഡി എഗ്രി ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. ഞങ്ങൾ വാങ്ങിക്കുന്നതിലും ഈ 2 രൂപ പ്രീമിയത്തിലായിരിക്കും തിരിച്ചു തരുന്നതെന്ന്. അപ്പോൾ അഡീഷണലി നമ്മൾക്ക് കിട്ടിയതിനേക്കാളും തിരിച്ചു കൊടുക്കുന്ന അഡീഷണൽ എമൗണ്ട് 2 രൂപ എന്ന് പറയുന്നത് ശരിക്കും കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം അല്ലെങ്കിൽ ഒരു ചെലവാണ് അല്ലേ. ആ ചെലവ് റൈറ്റ് ഓഫ് ചെയ്യാനും അല്ലെങ്കിൽ നഷ്ടം റൈറ്റ് ഓഫ് ചെയ്യാനും നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം യൂസ് ചെയ്യാം. ഇതേപോലെ തന്നെ ഡിബെഞ്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്റെ കേസ്. പിന്നെയുള്ള പ്രിലിമിനറി എക്സ്പെൻസസ്. ഈ 2 ഉപയോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഈ 2 കാര്യങ്ങൾക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാൻ പാടില്ല. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 133 പറയുന്ന കമ്പനീസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്. അതായത് സെക്ഷൻ 133 പറയുന്നത് ഇൻഡേയേഴ്സ്, നമ്മൾ ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നിരുന്നു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇൻഡേയേഴ്സും ഉണ്ട്. അപ്പം ഇൻഡേയേഴ്സ് എന്ന് പറയുന്ന IFRS അല്ലെങ്കിൽ ഗ്ലോബൽ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് നമ്മളുടെ ഇന്ത്യൻ കമ്പനീസിന്റെ ഫൈനാൻഷ്യൽസ് ഒരേപോലെ ആക്കാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഇന്ത്യൻ വേർഷൻ ഓഫ് ദാറ്റ് IFRS അല്ലെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇൻഡേയേഴ്സ്. അപ്പോൾ ചില കമ്പനികളൊക്കെ അത് ഫോളോ ചെയ്യേണ്ടി വരും. അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കമ്പനിയുടെ ടേൺ ഓവറും അതായത് എത്ര സെയിൽസ് ഉണ്ടാക്കി എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ അവരെയാണ് സെക്ഷൻ 133 പറയുന്നത്. ആ സെക്ഷനുള്ളിൽ വരുന്ന കമ്പനീസ് ആണെങ്കിൽ ഈ 2 പർപ്പസിന് വേണ്ടി സെക്യൂരിറ്റീസ് പ്രീമിയം ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ നോർമൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നോർമൽ ഒരു കമ്പനിയാണ് സെക്ഷൻ 133 ആപ്ലിക്കബിൾ ആണ് ഇല്ല എന്നൊന്നും പറയാതെ സൈലന്റ് ആയിരിക്കുന്നതാണെങ്കിൽ വി അസ്യൂം ഇറ്റ് ഇസ് നോട്ട് പാർട്ട് ഓഫ് സെക്ഷൻ 133 ആൻഡ് therefore സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾക്ക് അവൈലബിൾ ആണ് ഈ 2 പർപ്പസിന്. ബാക്കി ടെക്സ്റ്റിൽ പറയുന്ന ഓൺ ഷെയർസും 2-3 പോയിന്റ്സ് ഒക്കെ എല്ലാ കമ്പനീസിനും അവൈലബിൾ ആണ്. ഈ 2 പോയിന്റ് മാത്രം സെക്ഷൻ 133 പറയുന്ന കമ്പനീസിന് അലൗഡ് അല്ല എന്നുള്ള കാര്യം ഒന്ന് നോട്ട്. അത് ചിലപ്പോൾ ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നെന്ന് ഇരിക്കാം. Now, how do we account for this securities premium? Securities premium ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കളക്ട് ചെയ്യാം അല്ലെങ്കിൽ അലോട്ട്മെന്റ് സ്റ്റേജിൽ കളക്ട് ചെയ്യാം. കോളിലേക്കൊന്നും പോകാൻ സാധ്യത പൊതുവേ ഇല്ല. അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റേജിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ എൻട്രി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഏത് സ്റ്റേജിലാണ് കളക്ട് ചെയ്യുന്നതെങ്കിലും പ്രീമിയത്തിന്റെ അക്കൗണ്ടിലേക്ക് ലെഡ്ജറിലേക്ക് എൻട്രി പോസ്റ്റ് ചെയ്യുന്നത് ഡ്യൂ എൻട്രിയുടെ ഭാഗമായിട്ടാണ്. സോ ആപ്ലിക്കേഷൻ സ്റ്റേജിലാണ് നമ്മൾ എൻട്രി സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ ഏറ്റവും ആദ്യത്തെ എൻട്രി എന്താണ്? റിസീപ്റ്റ് എൻട്രി ആണ്. അത് കഴിഞ്ഞിട്ട് അലോട്ട്മെന്റ് നടക്കുന്നതാണ് ആപ്ലിക്കേഷന്റെ 2ാമത്തെ എൻട്രി എന്ന് നമ്മൾ പറയുന്നത്. ഇത്ര പേർക്ക് ഷെയർ നമ്മൾ കൊടുക്കുന്നു എന്ന് പറയുന്നത്. ആ 2ാമത്തെ എൻട്രിയിൽ നമ്മൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം ലെഡ്ജർ പോസ്റ്റ് ചെയ്യും. ഇനി അലോട്ട്മെന്റ് സ്റ്റേജിലാണെങ്കിലോ അലോട്ട്മെന്റിന്റെ ഏറ്റവും ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഡ്യൂ എൻട്രി ആണ്. അതായത് ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ക്യാപിറ്റൽ നിന്ന് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനെ കാണിക്കും. അത്ര മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റീസ് പ്രീമിയമിന്റെ പ്രത്യേകത. ആ ജേർണൽ എൻട്രീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ആദ്യത്തെ എൻട്രി ജസ്റ്റ് നോക്കാം. ആപ്ലിക്കേഷൻ വഴിയുടെ കൂടിയാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഫുള്ള് കിട്ടുന്ന എമൗണ്ട് നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ 15 രൂപയാണെങ്കിൽ 15 രൂപയെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടിയതായിട്ട് കാണിക്കും. അടുത്ത എൻട്രി ഷെയർ ആപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റൽ എഴുതുന്ന എൻട്രിയിൽ നമ്മൾ ആ സ്പ്ലിറ്റ് വരുത്തും. 10 രൂപ ഷെയർ ക്യാപിറ്റലിലേക്കും 5 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കും. ഇനി അലോട്ട്മെന്റിന്റെ കൂടെയാണ് കളക്ട് ചെയ്യുന്നതെങ്കിലോ അലോട്ട്മെന്റിൽ ഏറ്റവും ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഡ്യൂ എൻട്രി ആണ്. അപ്പോൾ അവിടെ നമ്മൾ എത്രയാണോ അലോട്ട്മെന്റ് വഴി മുഴുവൻ കിട്ടേണ്ട തുക അതായിരിക്കും ഷെയർ അലോട്ട്മെന്റിന്റെ ഡെബിറ്റിൽ കാണിക്കുന്നത്. എന്നിട്ട് സ്പ്ലിറ്റ് കാണിക്കും ക്യാപിറ്റൽ ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം. അപ്പോൾ ഇതാണ് പറഞ്ഞ ഏത് സ്റ്റേജിൽ കളക്ട് ചെയ്താലും ആ ക്യാപിറ്റലിലേക്ക് പോകുന്ന ഡ്യൂ എൻട്രിയിലാണ് സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അത്ര മാത്രമാണ് ഓർക്കുക. So let us quickly do this problem and try to understand this journal entry. On 1st October 2017, Pioneer Equipment Limited received applications for
2,50,000 equity shares of 100 each to be issued at a premium of 25% payable as on application 25, on allotment 75, balance amount on shares, അതായത് കോൾ ആയിട്ട്. അപ്പോൾ 100 രൂപയാണ് ഫേസ് വാല്യൂ, അതിൻ്റെ മേൽ ഒരു 25% പ്രീമിയം കൂടെയാണ് പറഞ്ഞത്, അതായത് 25 രൂപയാണ് പ്രീമിയം ആയിട്ട് വേണം. അപ്പോൾ ടോട്ടൽ എത്ര രൂപയാണ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 100 + 25 125 രൂപ. ആ 125 രൂപ 25 രൂപ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ തന്നെ, അവിടെ പ്രീമിയം ഒന്നുമില്ല, വെറുതെ ആപ്ലിക്കേഷൻ മണിയുള്ളൂ. അടുത്ത അലോട്ട്മെന്റ് സ്റ്റേജിൽ 75 രൂപ പ്രീമിയത്തോട് കൂടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രീമിയം ഇല്ലായിരുന്നെങ്കിൽ അലോട്ട്മെന്റിൽ എത്ര വാങ്ങിച്ചേനെ? 75 നിന്ന് 25 രൂപ മാറ്റിയാൽ 50 രൂപ. So now both put together I have collected 100 rupees out of total 125 including premium. So balance amount on shares as and when required, അതായത് കോൾ മണി എന്ന് വേണമെങ്കിലും വാങ്ങിക്കാൻ എന്നാണ് പറയുന്നത്. ആ കോൾ മണിയിൽ ബാക്കി 25 രൂപയും കൂടെ നമ്മൾ കളക്ട് ചെയ്യും. പ്രീമിയം വരുന്നത് അലോട്ട്മെന്റ് സ്റ്റേജിലാണ്. The shares were allotted by the company on 20th 2017 October, and the allotment money was duly received on October 31st. Record journal entries in the books of the company to record the transactions in connection with the issue of shares. So the first entry being ഏറ്റവും ആദ്യത്തെ illustration number എത്രയായിരുന്നു? Illustration number 6. The first entry being ബാങ്കിലേക്ക് പൈസ കിട്ടുന്ന entry, application stage. So bank account debit. Now how many shares were issued? 2,50,000 shares ആണ് fully subscribe ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ല. So 2,50,000 25 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. So 2,50,000 shares into 25 rupees. So that is going to be 62,50,000 to share application account. 62,50,000. അടുത്ത എൻട്രി ആണ്, സോറി ഡേറ്റ് എഴുതാൻ, എന്നാണ് ആപ്ലിക്കേഷൻ നമ്മൾ റിസീവ്ഡ് ആപ്ലിക്കേഷൻ 1st ഒക്ടോബറിലാണ്. സോ ആദ്യത്തെ എൻട്രി നടന്നിട്ടുണ്ടാവുക 1st ഒക്ടോബറിലാണ് കേട്ടോ. സോ അതൊന്ന് ഡേറ്റ് മെൻഷൻ ചെയ്തേക്കാം. അത് കഴിഞ്ഞ് എല്ലാ അലോട്ട്മെന്റും ചെയ്യുന്നത് ഒക്ടോബർ 20-നാണ്. അപ്പോൾ 20/10/2017 ഈ ഷെയർ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? ക്യാപിറ്റൽ ആക്കാൻ ഞാൻ റെഡിയാണ് ഫുള്ളി. അപ്പോൾ ഫുൾ ആപ്ലിക്കേഷനെ ഞാൻ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റിക്കണം. Now if in this question securities premium was received or collected as part of share application stage എങ്കിൽ നിങ്ങൾ ഇവിടെ ആ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കൊടുത്തായിരുന്നു. ഇപ്പോൾ അലോട്ട്മെന്റ് സ്റ്റേജിൽ ആയത് കാരണമാണ് നമ്മൾ ഈ എൻട്രിയിൽ ഒന്നും വരുത്താത്തത്. സോ അടുത്ത എൻട്രി എന്താണ്? അലോട്ട്മെന്റ് ഡ്യൂ ആകുന്ന എൻട്രി. അതും അലോട്ട്മെന്റ് കൊടുക്കുന്ന അന്ന് തന്നെ ഡ്യൂ ആകണമല്ലോ അടുത്ത എമൗണ്ട്, വിച്ച് ഇസ് 20/2017 31 കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ സെയിം ഡേയിൽ നമ്മൾ അലോട്ട്മെന്റിന്റെ ഡ്യൂ എൻട്രി എഴുതുകയാണ്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെന്റ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് പോകേണ്ടത് എത്രയാണ്? 2,50,000 into entire money to be received including premium, അതായത് ഫുൾ 75 രൂപയും. അതായത് നമ്മൾക്ക് കിട്ടേണ്ടത് 1,87,50,000 ആണ് ആസ് പാർട്ട് ഓഫ് അലോട്ട്മെന്റ് സ്റ്റേജ്. പക്ഷെ അത് ഫുള്ളി ക്യാപിറ്റലിലേക്ക് പോകേണ്ടതാണോ? അല്ല. ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണ് പോകേണ്ടത്? 2,50,000 75-ൽ നിന്ന് 25 കുറച്ചിട്ടുള്ള ബാക്കി 50 രൂപ. ആ 25 എങ്ങനെയാണ് കിട്ടിയെന്നല്ല ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 25% ആണ് പ്രീമിയം. അപ്പോൾ ഫേസ് വാല്യൂവിന്റെ 25%. എപ്പോഴും നമ്മൾ പ്രീമിയം പറയുന്നത് ഓൺ ഫേസ് വാല്യൂ ആണ്, പെർസെൻറ്റേജ് നന്നാണ്. അപ്പോൾ ഓൺ 100 rupees കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 25 rupees കിട്ടും. So therefore 2,50,000 into 50 rupees, which is going to be 1,25 lakh ആണ് ക്യാപിറ്റലിലേക്ക് പോകേണ്ടത്. ബാക്കി നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന പുതിയ ലെഡ്ജർ ഉപയോഗിച്ച് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് ദിസ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണ് അൾട്ടിമേറ്റ്ലി നമ്മൾ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കാണിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 2,50,000 into 25, which is 62,50,000. So due entry എഴുതി കഴിഞ്ഞു. അടുത്തത് എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്?
കൊടുക്കുക. ഇനി അത് കിട്ടണം അല്ലെ, റിസീവ് ചെയ്യണം. സോ 31st ഒക്ടോബറിന് എല്ലാ എമൗണ്ടും കിട്ടിയെന്നാണ് പറയുന്നത്. സോ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 1,87,50,000. ഇനി സ്പ്ലിറ്റിന്റെ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ മിയർലി കൺട്രോൾ അക്കൗണ്ട് ആയ ഷെയർ അലോട്ട്മെന്റിനെ അങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കോൾ എമൗണ്ടിനെ കുറിച്ച് മണി എന്നാണ് ഡ്യൂ ആകുന്നതെന്നൊന്നും പറയുന്നില്ല, അതുകൊണ്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് അസ്യൂം ചെയ്ത് എഴുതാം, അല്ലാതെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഐ എം ഗോയിങ് ടു ജസ്റ്റ് സ്കിപ്പ് ഇറ്റ് ബിക്കോസ് ഡേറ്റ്സ് ഒന്നും നമ്മൾക്ക് അവൈലബിൾ അല്ല, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. പറയുന്നുണ്ടെങ്കിൽ ടോട്ടൽ 125 രൂപയാണ് പ്രീമിയം കൂടെ ചേർത്ത് കളക്ട് ചെയ്യേണ്ടത് അല്ലേ. അതിൽ എത്ര ഇപ്പോഴേ കളക്ട് ചെയ്ത് കഴിഞ്ഞു? 100 രൂപ കളക്ട് ചെയ്തു. ബാക്കി ഇനി 25 രൂപയായിരിക്കും അവർ പറയുന്ന ഡേറ്റിൽ കോൾ മണി ആയിട്ട് കളക്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഓൾ വിത്ത് റിഗാർഡ് ടു ഷെയർ പ്രീമിയം. ഇറ്റ്സ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിൾ. ഇപ്പോൾ ഷെയർ പ്രീമിയം മാത്രമായിട്ടൊന്നും ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, മറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും ഷെയർ പ്രീമിയം ചോദിക്കാൻ പോകുന്നത്. Now we are coming back to our discussion which we had left pending in detail, which was pro rata allotment as per over subscription cases. Yeah, so over subscription നമ്മൾ പറഞ്ഞു പ്രോ റേറ്റ അലോട്ട്മെന്റും റീഫണ്ടുമാണ് നമ്മൾക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത്. റീഫണ്ട് ആണെങ്കിൽ ഒന്നുമില്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ഈസി ആണ്. എത്രയാണ് എക്സസ് കിട്ടിയത് അത് തിരിച്ച് ബാങ്ക് വഴി പേ ചെയ്താൽ മതി. പ്രോ റേറ്റ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി പറഞ്ഞു. വാട്ട് ഇസ് ദാറ്റ്? ആ എമൗണ്ടുകളൊന്നും നമ്മൾ തിരിച്ചു കൊടുക്കാതെ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടാനുള്ള അടുത്ത സ്റ്റേജസ് ആയ അലോട്ട്മെന്റും കോളിലേക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അവിടെയും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇനിയും എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ റീഫണ്ട് ചെയ്യുള്ളൂ. സോ ഓവർ സബ്സ്ക്രിപ്ഷൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. 10,000 ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തതെന്ന് വെക്കാം. ഇഷ്യൂഡ് 10,000 ഷെയർസ്. പക്ഷേ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നത് 15,000 ഷെയർസ് ആണെന്ന് വെക്കാം. 15,000, അതായത് ടോട്ടലി നമ്മൾക്ക് ആപ്ലിക്കേഷൻ വന്നത് 15,000. ആൻഡ് കമ്പനി ഡിസൈഡഡ് ടു നോട്ട് റീഫണ്ട് എനിത്തിങ് ബട്ട് ടു പ്രോ റേറ്റ ബേസിൽ എല്ലാവർക്കും അലോട്ട്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്? സോ വാട്ട് വി വിൽ ഡു, ലെറ്റ് us take up 15,000 ആണ് സബ്സ്ക്രിപ്ഷൻ വഴി കിട്ടിയതും 10,000. അപ്പോൾ അതിന്റെ റേഷ്യോ എന്താണ്? 15,000 is to 10,000. 3:2. അതായത് 3 ഷെയർ ചോദിച്ച ഒരാൾക്ക് 2 ഷെയർ ആയിരിക്കും നമ്മൾ അലോട്ട് ചെയ്യുന്നത്. അതാണ് ഈ പ്രോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 15,000 ടോട്ടലി സബ്സ്ക്രിപ്ഷൻ വന്ന് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിച്ചത് 10,000. അപ്പോൾ അതിന്റെ റേഷ്യോ എടുക്കുക 3:2. അതായത് അവർ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഷെയർ ഹോൾഡർ വാങ്ങിക്കാൻ ആഗ്രഹിച്ചത് 3 ഷെയർസ് ആയിരിക്കും. അപ്പോൾ ആ 3 ഷെയർ ആണ് അവർ നമ്മൾക്ക് പൈസ ആപ്ലിക്കേഷൻ ആയിട്ട് തന്നത്. അങ്ങനെയാണ് 15,000 ഷെയർസ് വരെ എത്തിയത്. പക്ഷെ നമ്മൾ അലോട്ട്മെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് 2 ഷെയർ മാത്രമേ അലോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കി വന്ന ഈ 1 ഷെയറിന്റെ പൈസ എന്ത് ചെയ്യും? ഇമാജിൻ 10 രൂപയാണ് ഇവർ തന്നെന്ന് വെക്കാം. അപ്പോൾ 3 ഷെയർ ആവശ്യപ്പെട്ട ഒരാൾ എത്ര രൂപ തന്നു കാണും? 30 രൂപ തന്നു കാണും. നമ്മൾ അയാൾക്ക് അലോട്ട് ചെയ്യുമ്പോൾ 2 ഷെയർ അലോട്ട് ചെയ്യുള്ളൂ. വിച്ച് മീൻസ് ഐഡിയലി ഹി ഷുഡ് പേ മീ ഓൺലി 20 rupees അല്ലേ. അപ്പോൾ അയാൾ തന്നിരിക്കുന്ന എക്സസ് 10 രൂപ നമ്മൾ അയാൾ അടുത്ത തരേണ്ട എമൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അതിപ്പോൾ ഷെയർ അലോട്ട്മെന്റ് ആവാം, അല്ലെങ്കിൽ ഷെയർ ഫൈനൽ കോളോ ഫസ്റ്റ് കോളോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അയാൾക്ക് പുതിയൊരു ഷെയർ കൊടുക്കാതെ അയാൾ എക്സ്ട്രാ തരുന്ന അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത ഷെയറിന്മേൽ തന്ന പൈസ നമ്മൾ ഭാവിയിലേക്ക് അയാൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഷെയറിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിനെയാണ് പ്രോ റേറ്റ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പ്രപ്പോർഷൻ എത്രയാണോ സബ്സ്ക്രിപ്ഷൻ വന്നത്, എത്രയാണോ കമ്പനി ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചത്, ആ ഒരു റേഷ്യോയിലായിരിക്കും നമ്മൾ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും ഷെയർ അലോട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ എപ്പോഴും ചോദിച്ച് എത്ര ഷെയർ ആണെങ്കിലും അത്രയും തന്നെ കൊടുക്കാൻ കമ്പനിക്ക് സാധിക്കണമെന്നില്ല. ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഇപ്പൊ 3 ചോദിച്ച ആൾക്ക് 2 കൊടുക്കാൻ പറ്റുകയുള്ളൂ, 6 ഷെയർ ചോദിച്ച ആൾക്ക് 4 ഷെയറേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു റേഷ്യോയിലായിരിക്കും നമ്മൾ അവർക്ക് ഷെയർസ് അലോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എക്സ്ട്രാ പൈസ നമ്മൾ അവർക്ക് തിരികെ കൊടുക്കുകയല്ല ചെയ്യുന്നത്. എക്സ്ട്രാ പൈസ ബാക്കി സ്റ്റേജസിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, എന്നിട്ടും ബാക്കിയുള്ളതാണ് നമ്മൾ അവർക്ക് റീഫണ്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇതിനെയാണ് ഈ തിയററ്റിക്കലി മുഴുവൻ പറയുന്നത്. നമ്മൾക്കതൊരു പ്രോബ്ലം വെച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അക്കൗണ്ടിങ് എൻട്രീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ അക്കൗണ്ടിങ് എൻട്രി തന്നെയാണ്. സോ അതുകൊണ്ട് ആ അക്കൗണ്ടിങ് എൻട്രീസ് വീണ്ടും ഒന്നും പോകണമെന്ന് ആവശ്യമില്ല.
റീഫണ്ട് റിജക്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്കിലേക്ക് ബാങ്ക് വഴി തിരിച്ചു കൊടുക്കുക. പ്രോ റേറ്റ ബേസിൽ അലോട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റേജസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. So let us now take up illustration number 7 to understand how do we treat this actually. JHP Limited is a company with an authorized share capital of 10 lakh in equity shares of 10 each, of which 6 lakh shares had been issued and fully paid on 30th June 2016. The company proposed to make a further issue of 1 lakh of these 10 shares, 10 rupee shares at a price of 14 each. The arrangements of payment being 2 per share payable on application to be received by 1st July, allotment to be made on 10th July, and a further 5 rupees per share including premium to be payable. The final call for the balance to be made and the money received by 30th April 2017. Applications were received for 3,55,000 shares and were dealt with as follows. Applicants for 5,000 shares received the allotment in full. Applicants for 30,000 shares received an allotment of 1 share for every 2 applied for. No money was returned to these applicants. The surplus on application being used to reduce the amount due on allotment. Applicants for 3,20,000 shares received an allotment of 1 share for every 4 applied for. The money due on allotment was retained by the company, the excess being returned to the applicants, and the money due on final call was received on the due date. You are required to record these transactions including cash items in the journal of JHP Limited. So let us record the transactions. Illustration number 7. So ഏറ്റവും ആദ്യം നടക്കുന്നത് ജൂലൈ 1st ആപ്ലിക്കേഷൻ മണി കിട്ടുന്നതാണ്. 1 ലക്ഷം ഷെയർസിനാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. പക്ഷെ എത്ര പേരുടെ നിന്നാണ് പൈസ കിട്ടുന്നത്? 3,55,000 ഷെയർസ് ആണ് ആപ്ലിക്കേഷൻ വഴി വന്നത് അല്ലേ. അപ്പോൾ അത് മുഴുവൻ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. സോ 3,55,000 ഷെയർസ് ഇൻറ്റു 2 rupees ആണ് ആപ്ലിക്കേഷൻ മണി ആയിട്ട് കിട്ടുന്നത്. ഷെയർ എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്? ഓൾറെഡി 10 ലക്ഷത്തിന്റെ ആണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ 6 ലക്ഷം ഓൾറെഡി അവർ ഇഷ്യൂ ചെയ്തതാണ്. ഇനിയും അത് ബാക്കിയുള്ള 4 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കൂടി ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. സോ 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്തതിന് പകരമായിട്ടാണ് 3,55,000 ഷെയർസ് ആപ്ലിക്കേഷൻ വന്നത്. ഇനി 1 ലക്ഷം രൂപ എത്ര ഷെയർ പ്രൈസിനാണ് കൊടുത്തത്? 10 രൂപ ഫേസ് വാല്യൂ ഉള്ളത് 14 രൂപയ്ക്കാണ് കൊടുത്തത്. അതായത് പ്രീമിയത്തിനും കൂടെ ചേർത്താണ്. 14 രൂപ കിട്ടേണ്ട ഷെയർസ് ആണ് 2 രൂപ ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് എൻട്രി ബി, നിങ്ങൾ ഹെഡിങ് എഴുതുമ്പോൾ ഡേറ്റ് പർട്ടിക്കുലേഴ്സ് അതൊക്കെ എഴുതിക്കൊള്ളുക. സോ ജൂലൈ 1st 2016 ആദ്യത്തെ എൻട്രി ബാങ്കിലേക്ക് പൈസ വരുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ആൻഡ് ഹൗ മച്ച് ആർ വി ഗെറ്റിംഗ്? 3,55,000 ഷെയർസിനും പൈസ കിട്ടി. അപ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് എന്നുള്ള കാര്യം. സോ 3,55,000 into 2 എന്ന് പറയുമ്പോൾ 7,10,000 rupees ആണ് നമ്മൾക്ക് കിട്ടിയത്. ആൻഡ് ദാറ്റ് വിൽ ബി പോസ്റ്റഡ് ടു ഷെയർ ആപ്ലിക്കേഷൻ മണി 7,10,000. ദെൻ അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്തത്? നെക്സ്റ്റ് സ്റ്റേജിലാണ് എക്സസ് ആപ്ലിക്കേഷനെ പലതായിട്ട് നമ്മൾ അലോട്ട്മെന്റ് നടത്തിയത് അല്ലെ. അപ്പോൾ കുറച്ച് പേർക്ക് ഫുള്ളി കിട്ടി, കുറച്ച് പേർക്ക് 2 ഷെയർ അപ്ലൈ ചെയ്തതിൽ 1 കിട്ടിയുള്ളൂ, കുറച്ച് പേർക്ക് 4 ഷെയർ അപ്ലൈ ചെയ്തവർക്ക് 1 കിട്ടിയുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾക്കൊന്ന് കമ്പ്യൂട്ടേഷൻ നടത്തണം അല്ലെ, എത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് അലോൺ ഐ എം ഗോയിങ് ടു take it up as a working note. കാരണം 3 type of category of shares ഉണ്ട് which were dealt separately. അതുകൊണ്ട് മാത്രം. If one single type ആയിരുന്നെങ്കിൽ ഒറ്റൊരു ജേർണൽ എൻട്രിയിൽ എഴുതി അങ്ങ് തീർത്താൽ മതിയായിരുന്നു. വർക്കിംഗ് നോട്ട് സെപ്പറേറ്റ് ഒന്നും ആവശ്യമില്ല. ഇവിടെ 3 രീതിയിൽ ട്രീറ്റ് ചെയ്ത് കാരണം നമ്മൾക്ക് അതൊരു വർക്കിംഗ് നോട്ട് ആയിട്ടൊന്ന് ട്രീറ്റ് ചെയ്യാം. സോ പ്രോ റേറ്റ് അലോട്ട്മെന്റ് ഒരു അപ്രോപ്രിയേറ്റ് ഒരു ഹെഡിങ് കൊടുത്തേക്ക്. പ്രോ റേറ്റ് അലോട്ട്മെന്റ് 3,55,000 shares. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് 5,000 ഷെയർസിനെ കുറിച്ചാണ്. 5,000 ഷെയർസ് റിസീവ്ഡ് അലോട്ട്മെന്റ് ഇൻ ഫുൾ. അതായത് 5,000 ഷെയർസ്
ഫുൾ അലോട്ട്മെന്റ് അങ്ങനെ തന്നെ കിട്ടി. അതായത് അവർക്ക് എത്രയാണോ അവർ ചോദിച്ചത് അങ്ങനെ തന്നെ പൈസ കിട്ടി. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ 5000 അഗൈൻസ്റ്റ് 5000 ഷെയർസിന് 2 രൂപ വീതം കിട്ടിയ ആപ്ലിക്കേഷൻ ഫുള്ളി എങ്ങോട്ടേക്ക് തന്നെ പോകും? വിൽ ഗോ ടു the share capital itself. So application money received on 5000 shares, that is 5000 shares in ഒരു ഷെയറിന് 2 രൂപ വീതം, which is 10,000, will fully be transferred to share application. കാരണം അവർക്ക് full allotment ആണ് കിട്ടിയത്. Transfer to share capital. Now അടുത്ത സെറ്റ് എത്ര ഷെയർസിന്റെ കാര്യമാണ് പറയുന്നത്? The next set is about 30,000 shares which received an allotment of 1 share for every 2 share applied. No money was returned to the applicants. എല്ലാം സർപ്ലസ് ഉണ്ടായിരുന്നത് അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ 30,000 ഷെയർസ് ആണ് അവർ റിക്വസ്റ്റ് ചെയ്തത്. പ്രോ-റേറ്റ അലോട്ട്മെന്റ് ആയിരുന്നു. സോ പ്രോ-റേറ്റ അലോട്ട്മെന്റ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതിനെ കുറിച്ചൊന്ന് എഴുതാം. സോ ആപ്ലിക്കേഷൻ മണി ഇവരുടെ കയ്യിൽ നിന്നും കിട്ടിയത് എത്ര ഷെയർസിന്മേലാണ്? ഫുൾ 30,000 ആണ് ആപ്ലിക്കേഷൻ മണി കിട്ടിയത്. സോ 30,000 ഷെയർസ്, ദാറ്റ് ഈസ് 30,000 into 2 rupees. പക്ഷെ ഇവർക്ക് പ്രോ-റേറ്റ അലോട്ട്മെന്റ് എന്നാണ് പറഞ്ഞത് അല്ലെ. പ്രോ-റേറ്റ അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ 60,000 കിട്ടിയതിൽ 30,000 ഷെയർസ് അവർ ചോദിച്ചെങ്കിലും എത്രയും നമ്മൾ അവർക്ക് ഷെയർ അലോട്ട് ചെയ്യുന്നുള്ളൂ? ഷെയർസ് allotted were only 30,000 1:2 റേഷ്യോയിലാണ് അവർക്ക് ഷെയർ അലോട്ട് ചെയ്തത്. അതായത് 2 ഷെയർ ചോദിച്ചവർക്ക് 1 ഷെയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ വി ആർ ഗിവിംഗ് ദം ഓൺലി ഹൗ മെനി ഷെയർസ്? 15,000 shares. So if I am giving them only 15,000 shares, how much ideally should be transferred to share capital as part of application money received? ഈ 15,000 ഷെയർസിന്മേൽ കിട്ടിയ 2 രൂപയല്ലേ നമുക്ക് ക്യാപിറ്റലിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. So therefore the amount to be transferred to capital, share capital, will only be 15,000 shares allot ചെയ്തതിന്മേൽ 2 രൂപ. അതായത് 30,000 രൂപ മാത്രമാണ് നമ്മൾ അവർക്ക് ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബാക്കി കിട്ടിയതോ എക്സസ് റിസീവ് ചെയ്തിട്ട് എത്രയാണ്? 30,000 ആണ് ക്യാപിറ്റലിലേക്ക് നമ്മൾ മാറ്റിയത്. അപ്പോൾ എക്സസ് നമ്മൾക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? another 30,000. ടോട്ടലി അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയത് 60,000 ആണ്. അതിൽ 30,000 ക്യാപിറ്റൽ ആണ് നമ്മൾ പറഞ്ഞ് മാറ്റിയെങ്കിൽ ബാക്കി 30,000 ആണ് എക്സസ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ആ എക്സസ് നമ്മൾ എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ചെയ്യും? അഡ്ജസ്റ്റ് ടു ഷെയർ അലോട്ട്മെന്റ് of these 15,000 shares. 30,000 ചോദിച്ചവർക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ എത്ര അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ? 15,000 ഷെയർസ്. അപ്പോൾ എന്ന് അവരുടെ അലോട്ട്മെന്റ് വിളിക്കുന്നു, ആ 15,000 ഷെയർസിൽ അലോട്ട്മെന്റിന്റെ പൈസ അവർ തരേണ്ടി വരുമ്പോൾ ഈ 30,000 കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് തന്നാൽ മതിയെന്ന് നമ്മൾ അവരോട് പറയും. That is also clear, I believe. Now third set of category where 3,20,000 shares, അത് എല്ലാ 4 ഷെയറിനും 1 ഷെയർ ആണ് അവർക്ക് കിട്ടിയത്. സോ 3,20,000 shares applied. They also have got pro-rata allotment. So what is their pro-rata allotment? അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾക്കൊന്ന് നോക്കാം. So let us start with the amount we received from them. So application money received from 3,20,000 shares is going to be 3,20,000 into 2 rupees, which is 6,40,000 shares. ഈ 6,40,000 shares കുറച്ച് അവരുടെ ആപ്ലിക്കേഷൻ മണിയിലേക്ക് ക്യാപിറ്റലിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ആണ്. കാരണം 4 ഷെയർ ചോദിച്ചെങ്കിലും 1 ഷെയറിൽ നമ്മൾ അവർക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പൈസ ക്യാപിറ്റലിലേക്ക് പോകണം. ബാക്കി എക്സസ് കിട്ടിയത് അലോട്ട്മെന്റിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. അതിനും ശേഷം അലോട്ട്മെന്റിനും കൊടുത്ത് തീർന്നെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ കോളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട തിരിച്ചു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് us see how
do we treat this? So 6,40,000. The first being share capital transfer transfer to share capital as part of application money receipt. മേലെ എഴുതിയത് തന്നെ ഞാൻ ആദ്യമേ ക്യാപിറ്റലിലേക്ക് പോകുന്ന സെന്റൻസ് എഴുതിയേ ഉള്ളൂ, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടൊന്നുമല്ല ട്രെയിൻ ചെയ്യുന്നത്. സോ എത്രയാണ് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഷെയർ? അവർ 3,20,000 ഷെയർസ് ചോദിച്ചു. നമ്മൾ അവർക്ക് അലോട്ട് ചെയ്യുന്നത് 4 ഷെയറിന് ഒരു ഷെയർ അലോട്ട് ചെയ്യുന്നത്. സോ ദേ ആർ ഗോയിങ് ടു ഗെറ്റ് ഓൺലി ഹൗ മെനി ഷെയർസ്? അൾട്ടിമേറ്റ്ലി 80,000 ഷെയർസ്. ആ 80,000 ഷെയർസിന്മേലാണ് അവരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വീതം എനിക്ക് കിട്ടേണ്ടത്? ക്യാപിറ്റലിലേക്കുള്ളത് 2 രൂപ വീതം കിട്ടേണ്ടത്. ദാറ്റ് ഈസ് 1,60,000. So which means അവർ തന്ന ടോട്ടൽ 6,40,000-ൽ 1,60,000 മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് as application money received which will be transferred to share capital. ഇവിടെ എഴുതിയേക്കാം 80,000 ഷെയർസ് ആണ് അവർക്ക് കിട്ടുന്നത്. 3,20,000 ചോദിച്ചവർക്ക് 80,000 ഷെയർസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ 6,40,000-ൽ ബാക്കി ഇനിയും 4,80,000 കിടക്കുന്നുണ്ട്. ആ 4,80,000 അഡ്ജസ്റ്റ് ടു അലോട്ട്മെന്റ് സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. അലോട്ട്മെന്റ് സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എത്ര ഷെയർസിനാണ് ഇവർക്ക് അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത്? 80,000 ഷെയർസ് അല്ലേ? സോ 80,000 ഷെയറിന്മേലായിരിക്കണം ഇവർ അലോട്ട്മെന്റ് പൈസ നമ്മൾക്ക് തരേണ്ടത്. എത്രയാണ് അലോട്ട്മെന്റ് എമൗണ്ട്? allotment to be made in a further 5 rupees. അതായത് 5 രൂപയാണ് അലോട്ട്മെന്റ് നമ്മൾ അവരോട് വാങ്ങിക്കുന്നത്. 5 രൂപയിൽ പ്രീമിയം കിടപ്പുണ്ട്. But we are going to collect as part of allotment fully 5 rupees. So 7 രൂപ ഇവിടെ തന്നെ കിട്ടി, ബാക്കി 7 ആയിരിക്കും ഫൈനൽ കോൾ ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. So 5 rupees ആണ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ടതെങ്കിൽ, which means we are supposed to get 4 lakh from them. അപ്പം എക്സസ് നമ്മുടെ എത്രയുണ്ട്? 4,80,000 ഉണ്ട്. 4 lakh മതി നമ്മൾക്ക് അലോട്ട്മെന്റ് സ്റ്റേജ് വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? അലോട്ട്മെന്റ് സ്റ്റേജും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി ഉണ്ടെങ്കിൽ ആ ബാക്കി കോളിലേക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട, നേരെ റിട്ടേൺ ചെയ്തേക്കുക. അതായത് റീഫണ്ട് ത്രൂ ബാങ്ക്. ബാക്കി എത്രയായിരിക്കും അപ്പോൾ റീഫണ്ട് ചെയ്യേണ്ടത്? 80,000, which is a balancing figure. Yeah? So I hope you have understood. ഞാൻ ഇതിനെല്ലാം കൂടെ ഒന്ന് കൺസൈസ് ചെയ്യാൻ പോവുകയാണ്. ഷെയർ കാറ്റഗറി ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ എൻ്റെതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. സ്റ്റഡി മെറ്റീരിയൽ എല്ലാം കൂടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അല്ലെ ബോക്സിനകത്ത് ഒരു ടേബിളിനകത്താണ്. അങ്ങനെ ചെയ്താലും ഒരു വിരോധവും ഇല്ല. സോ ഷെയർ കാറ്റഗറി, then application money transferred to share capital. പിന്നെ application money adjusted to allotment. ഇനിയിപ്പോൾ ഫസ്റ്റ് കോളം ഫൈനൽ കോളം അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിനും ഒരു കോളം വന്നേനെ. അപ്പം അതില്ലാത്ത സ്ഥിതിക്ക് we are skipping that column. Now last is application money refunded. So share category എന്ന് പറയുന്നത് ഫുൾ അലോട്ട്മെന്റ് കിട്ടിയതും പ്രൊറേറ്റ് ആണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തേത് 5,000 ഷെയർസിന്റെ കാറ്റഗറിയാണ്. അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്? ഫുൾ 10,000 ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ ഈ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റി എന്ന് പറയുന്നത് അവിടെ 10,000, ബാക്കിയൊന്നും നില്ല. അടുത്തത് എന്ന് പറയുന്നത് എത്ര ഷെയർസ് ആയിരുന്നു? 30,000 ഷെയർസ് ആയിരുന്നു. 30,000 ഷെയർസ് ആവശ്യപ്പെട്ടവരുടെ ക്യാപിറ്റലിലേക്ക് നമ്മൾ എത്ര ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ? 30,000. ബാക്കി എക്സസ് റിസീവ്ഡ് അഡ്ജസ്റ്റഡ് ടു ഷെയർ അലോട്ട്മെന്റ് 30,000. അതായത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ 30,000 ഷെയർ ക്യാപിറ്റലിലേക്കും ബാക്കി 30,000 ഷെയർ അലോട്ട്മെന്റിലേക്കും പോവുകയാണ്. അവർക്ക് ഒരു റീഫണ്ടും നമ്മൾ കൊടുക്കുന്നില്ല. ഇനി ഫൈനലി ഉണ്ടായിരുന്നത് 3,20,000 ഷെയർസ് റിക്വസ്റ്റ് ചെയ്തവരാണ്. അവർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് 1,60,000 മാത്രം ആണ്. സോ 1,60,000 അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തത് 4 lakh. ആൻഡ് ഫൈനലി അവർക്ക് പിന്നെയും ഒരു എക്സസ് ഉള്ളത് തിരിച്ചു കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
So therefore we can say 1,60,000 plus 30,000 plus 10,000. 2 lakh rupees ആണ് allotment applicationൽ നിന്ന് കിട്ടിയത് ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ആപ്ലിക്കേഷനിൽ കിട്ടിയത് അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് 4,30,000 ആൻഡ് ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യാനുള്ളത് 80,000. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. You will get 7,10,000 which you had actually received. 7,10,000. ഈ 3,55,000 ആണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ കാറ്റഗറി വൈസ്. ആ 7,10,000 എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ള ബൈഫിക്കേഷൻ നമ്മൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ 3. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എഴുതാവുന്നതേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ഒരു ടോട്ടൽ കോളം സൈഡിൽ എഴുതിയാൽ അപ്പം തന്നെ ടോട്ടൽ ചെയ്തെടുക്കാം. ആദ്യത്തെ സ്റ്റേജിൽ 5,000 ഷെയർസിന് 10,000 ടോട്ടൽ കിട്ടി. 60,000 ഫൈനലി 6,40,000. ടോട്ടൽ കോളം എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് നിങ്ങൾ ടോട്ടലി നോക്കിയാലും മതി. സോ 3,55,000 ഷെയർസിൽ നിന്ന് കിട്ടിയ പൈസ ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് പ്രോ റേറ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്ത ഫുള്ള് ഷെയർ കിട്ടില്ല. പകരം അവർ റിക്വസ്റ്റ് ചെയ്ത അഡീഷണൽ ഷെയർസിന്മേൽ കിട്ടിയ പൈസ നമ്മൾ അവർക്ക് അലോട്ട് ചെയ്ത ഷെയറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. സോ ഇനി നമ്മൾക്ക് എൻട്രി എഴുതാം അല്ലേ. സോ therefore the next entry. ഇനി എന്നാണ് അലോട്ട്മെന്റ് നടന്നത് ഡേറ്റ് പറയുകയാണെങ്കിൽ ആ ഡേറ്റിന് തന്നെ ജേർണൽ എൻട്രി എഴുതാൻ നോക്കുക. Allotment was made on 10th July. So 10th July ആയിരിക്കും നമ്മൾ എൻട്രി ഈ അലോട്ട്മെന്റിന്റെ എൻട്രി എഴുതാൻ പോകുന്നത്. So 10th July will make the entry as share application account debit 7,10,000. First I will adjust to share capital which was given to me. Share capital like adjust ചെയ്തത് എത്രയായിരുന്നു? 2 lakh rupees. ആ വർക്കിംഗ് നോട്ടിലുണ്ട് 2 lakh rupees. And then share allotment ലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് 4,30,000. And finally റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത് 80,000. ഇനി എത്ര ഷെയർസ് എന്നൊന്നും ഇവിടെ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു വർക്കിംഗ് നോട്ട് എഴുതിയാൽ അതിൽ നമ്മൾ ഡീറ്റെയിലി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജേർണൽ എൻട്രി അങ്ങനെ തന്നെ എഴുതി വർക്കിംഗ് നോട്ട് റെഫറൻസ് നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നറേഷനകത്ത് നിങ്ങൾക്ക് എഴുതാം എക്സസ് ക്യാപിറ്റൽ അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് പ്രോ റേറ്റ ബേസിസിൽ അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് ഷെയർ അലോട്ട്മെന്റ് ആൻഡ് എക്സസ് റീഫണ്ടഡ് ടു സം ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ആ ഒരു നറേഷൻ എഴുതുക. അവിടെ ഒന്ന് നമ്പർ ഓഫ് ഷെയർസ് ഡീറ്റെയിലി എഴുതണമെന്നില്ല. അതായത് 10,000 ഷെയർസ് ആണ് ആദ്യത്തെ ആൾക്കാർക്ക് അലോട്ട് ചെയ്തത്. 5,000 ഷെയർസ് ആണ് രണ്ടാമത്തെ അവർക്ക് അലോട്ട് ചെയ്ത് 15,000 ഷെയർ. ആ ബ്രേക്ക് ഒന്നും എഴുതണ്ട. അതെല്ലാം വർക്കിംഗ് നോട്ടിൽ കാണിച്ചാൽ മതി. സോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എൻട്രി വന്നു. ഇനി അടുത്തതാണ് ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആകുന്ന എൻട്രി. ഷെയർ അലോട്ട്മെന്റ് ഡ്യൂ ആകുമ്പോൾ എത്രയാണ് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. നമ്മൾ പ്രോ റേറ്റ ബേസിൽ ഇവർക്ക് എല്ലാവർക്കും ഷെയർ കൊടുത്തപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് കൊടുത്തത്? ആദ്യത്തെ ആൾക്കാർക്ക് നമ്മൾ അലോട്ട് ചെയ്ത ഷെയർ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഷെയർ കാറ്റഗറി ഈ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എഴുതുകയാണ്. ഷെയർസ് ആക്ച്വലി അലോട്ടഡ്. വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ആ ടേബിളിന്റെ ഭാഗമായിട്ട് എഴുതാം. ആദ്യത്തെ കാറ്റഗറിക്ക് ഫുൾ 5,000 ഷെയർസും കൊടുത്തു. രണ്ടാമത്തെ കാറ്റഗറി 30,000 ചോദിച്ചെങ്കിൽ എത്രയും നമ്മൾ കൊടുത്തുള്ളൂ? 10,000 ഷെയർസ് നമ്മൾ അവർക്ക് കൊടുത്തു. അവസാനത്തെ കാറ്റഗറിക്കോ 3,20,000 ഷെയർസ് ചോദിച്ചെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്തത് 80,000 ഷെയർസ് മാത്രമാണ് അല്ലേ. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ അലോട്ട് ചെയ്തത് നമ്മൾക്ക് ഇഷ്യൂ ചെയ്ത ഷെയർസ് മാത്രം നമ്മൾക്ക് അലോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഡ്യൂ എൻട്രി ഒക്കെ ഇനി എഴുതാൻ പോകുന്നത് എല്ലാം ആ 1 lakh ഷെയറിന്മേലായിരിക്കും. ആദ്യത്തെ ഈ ആപ്ലിക്കേഷൻ സ്റ്റേജിലും അത് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റേജിലും മാത്രമാണ് ഇഷ്യൂ ചെയ്ത ഷെയർസിനേക്കാളും കൂടുതൽ എത്ര ആപ്ലിക്കേഷൻ വന്നോ അതിന്മേൽ നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്യും. അലോട്ട്മെന്റ് കഴിഞ്ഞ് പക്കായിട്ട് എല്ലാവർക്കും ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുത്ത് എക്സസ് ഒക്കെ അഡ്ജസ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള എല്ലാ എൻട്രിയും ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് യു ആക്ച്വലി allotted.
allotted. So 1 lakh shares in മേൽ കിട്ടേണ്ടത് 5 രൂപ വീതമാണെന്നാണ് പറയുന്നത്, which is 5 lakh rupees. And in this stage you are actually collecting including premium. So premium എത്രയായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യനിൽ? Premium was 4 rupees. 10 രൂപയുടെ സാധനം 14 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ premium is 4 rupees. ആ പ്രീമിയം കൂടെ ചേർത്താണ് 5 രൂപ ഞാൻ കളക്ട് ചെയ്യുന്നത്, which means actually ഷെയർ ക്യാപിറ്റലിലേക്ക് ഞാൻ കളക്ട് ചെയ്യേണ്ടത് എത്ര രൂപ മാത്രമാണ്? 1 rupee മാത്രം ആണ്. So which is going to be 1 lakh rupees and remaining will get posted to securities പ്രീമിയം അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച ആ കോൺസെപ്റ്റ്സ് പഴയതൊന്നും മറക്കാൻ പാടില്ല. അതിങ്ങനെ ആഡ് ഓൺ ചെയ്തായിരിക്കും ഫൈനലി നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. സോ പഠിച്ച ആ പ്രീമിയത്തിന്റെ പോർഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. സോ 1 ലാഖിന്മേൽ 4 രൂപ വീതം നമ്മൾക്ക് കിട്ടും. ആൻഡ് ദെൻ നമ്മൾക്ക് പേയ്മെന്റ് എന്നാണ് റിസീവ് ചെയ്യുന്നത്? ടു ബി മെയ്ഡ് പേയ്മെന്റ് റിസീവ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല അല്ലെ. സോ വി ക്യാൻ അസ്യൂം ഇറ്റ് ഈസ് റിസീവ്ഡ് ഓൺ ദ സെയിം ഡേ. കോൾ മണി എന്ന് കിട്ടണമെന്ന് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. സോ ബാങ്ക് അക്കൗണ്ടിൽ എത്ര രൂപയാണ് ശരിക്കും നമ്മൾക്ക് കിട്ടേണ്ടത്? 5 ലക്ഷമാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. പക്ഷെ ഓൾറെഡി എക്സസ് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എത്രയുണ്ട്? 4,30,000. സോ ഇനി എത്രയാണ് അവരുടെ കയ്യിൽ നമ്മൾക്ക് കളക്ട് ചെയ്യാനുള്ളത്? അത് ഈ ഷെയർ അലോട്ട്മെന്റ് ലെഡ്ജർ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓൾറെഡി ഷെയർ അലോട്ട്മെന്റിന് ഒരു 4,30,000 ക്രെഡിറ്റും ഡെബിറ്റ് 5 lakh. അതായത് ഇനിയും നമ്മൾക്ക് ഡെബിറ്റ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത് 70,000 രൂപ മാത്രമാണ്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കാണിച്ചാൽ മതി, ഇനി റിസീവ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ആപ്ലിക്കേഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. 70,000 to ഷെയർ അലോട്ട്മെന്റ്. അപ്പോൾ ഈ 3 എൻട്രിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് പ്രോ റേറ്റ അലോട്ട്മെന്റിന്റെ കേസിൽ ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ലെഡ്ജർ ക്ലോസ് ആയി പോവുകയുള്ളൂ. പ്രോ റേറ്റ അല്ലാതെ ഫുൾ സബ്സ്ക്രിപ്ഷനോ അണ്ടർ സബ്സ്ക്രിപ്ഷനോ ഒക്കെ ആണെങ്കിൽ ഡ്യൂ എൻട്രിയും റിസീപ്റ്റും എഴുതി കഴിയുമ്പോൾ ഈ 2 എൻട്രി മാത്രം കമ്പൈൻ ചെയ്യുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് ടാലി ആയി പോകും. പക്ഷെ പ്രോ റേറ്റ ബേസിസിൽ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ എൻട്രിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഫുള്ളി ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന കൺട്രോൾ അക്കൗണ്ട് ക്ലോസ് ആയി പോകുക. സോ ഷെയർ അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾക്കുള്ളത് ഡ്യൂ എൻട്രി ആണ്. സോറി, ഫസ്റ്റ് കോളിലെ ഫൈനൽ കോളിന്റെ കാര്യമാണ്. ഫൈനൽ കോളിനെ കുറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? ടു ബി പേയബിൾ എന്ന് പറയുന്നത് അലോട്ട്മെന്റ് ഫൈനൽ കോൾ for a balance to be made money received by 30th April 2017. അപ്പോൾ ഡേറ്റ് ഒന്നും നമ്മളോട് പറയുന്നത് സെയിം ഫൈനാൻഷ്യൽ ഒന്നും ആവണമെന്നില്ല, ഇവിടെ അങ്ങനെ അല്ല. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ആ ജേർണൽ എൻട്രി ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കും. അപ്പം എന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഐ എം അസ്യൂമിങ് രണ്ടും സെയിം ദിവസമായിട്ട് ഞാൻ അങ്ങനെ എടുക്കുകയാണ്. അതായത് ഫൈനൽ കോൾ വിളിക്കുന്നതും പൈസ കിട്ടുന്നതും ഒരേ ദിവസം. സോ ഷെയർ കോൾ എന്ന് മാത്രം എഴുതാം, അല്ലെങ്കിൽ ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും വിരോധമില്ല. സോ ഷെയർ ഫൈനൽ കോളിലെ കോൾ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ഷെയർസിന്മേൽ എത്ര രൂപയാണ് കിട്ടേണ്ടത്? ടോട്ടലി കിട്ടേണ്ടത് 14 രൂപയാണ്. അതിൽ 2 രൂപ ആപ്ലിക്കേഷൻ സ്റ്റേജിലും 5 രൂപ അലോട്ട്മെന്റ് സ്റ്റേജിലും ഇൻക്ലൂഡിംഗ് പ്രീമിയം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിന്റെ അർത്ഥം ബാക്കി എത്ര രൂപ എനിക്ക് കിട്ടാനുണ്ട്? 7 rupees കിട്ടാനുണ്ട്. 7 lakh rupees ആയിരിക്കും call ആയിട്ട് and that I will transfer to share capital. And they say it has to be received by 30th April itself. So that day itself I will show the bank entry receipt. So it's bank account debit to share call 7 lakh. ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇക്വിറ്റി ഷെയറിനെ കുറിച്ചാണ് ഇവിടെ എല്ലാം പറയുന്നതല്ലേ. സോ ദാറ്റ്ഫോർ ആ ഇക്വിറ്റി ഷെയർ എന്നുള്ള പ്രീഫിക്സോടുകൂടി അല്ല എഴുതിയിരിക്കുന്നത്. ഞാനിവിടെ ഡയറക്റ്റ്ലി ഷെയർ എന്ന് എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഇക്വിറ്റി ഷെയർസ് എന്നുള്ള പ്രീഫിക്സും കൂടെ എല്ലാ ഷെയറിനും കൊടുത്തേക്കാം, എല്ലാ ഷെയർ എൻട്രിക്കും. So with that we complete this pro rata allotment in the journal entries complete ചെയ്തിരിക്കുന്നു. So I hope it is clear. ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു മോഡലിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതിലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്തോളുക. ഇത്രയും വേർഡ്സ് ഒന്നും എഴുതാതെ സ്റ്റഡി മെറ്റീരിയൽ വളരെ ഒരു ചെറിയൊരു ടേബിൾ വഴിയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്താലും ഒരു തെറ്റുമില്ല. ഐ എം ജസ്റ്റ്
trying to explain കുറച്ച് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ വേർഡ്സ് ഒക്കെ എഴുതിയിരുന്നുള്ളൂ. ഈ ഒരു ഫോമാറ്റിൽ എഴുതിയാലും ഇറ്റ് ഇസ് ഫൈൻ. സോ ഐ ഹോപ്പ് that portion is clear. Prorata allowance important ആയിട്ടുള്ളൊരു ഏരിയ ആണ് prorata allowance. Now we move on to another quick theory which is nothing but calls in arrears and calls in advance. Now calls in arrears ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ ആ കോൺസെപ്റ്റിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞാണ്. നമ്മൾ ഏറ്റവും ആദ്യം തിയറി ഒക്കെ എടുത്തപ്പോൾ I believe you remember the topic. We said issued capital, called up capital and paid up capital. ഇല്ലേ? ഇവിടെ ഈ കോൾഡ് അപ്പും പെയ്ഡ് അപ്പും നമ്മൾ പറഞ്ഞു. നമ്മൾ കമ്പനി റിക്വസ്റ്റ് ചെയ്തത് 1 ലക്ഷം രൂപ തരാനാണ്. പക്ഷേ ആൾക്കാർ പേ ചെയ്തപ്പോൾ 80,000 രൂപയെ പേയ്മെന്റ് നടത്തിയിട്ടുള്ളൂ. ആ ഡിഫറൻസ് ആണ് പെയ്ഡ് അപ്പും കോൾഡ് അപ്പും തമ്മിലുണ്ടാകുന്നത്. അതായത് കമ്പനി വിളിച്ചത് അല്ലെങ്കിൽ എല്ലാവരും ഷെയർ ഹോൾഡേഴ്സിനോടും തരാൻ ആവശ്യപ്പെട്ടത് 1 lakhും പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും തന്നു കഴിഞ്ഞത് 80,000 മാത്രമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇനിയും 20,000 രൂപ കിട്ടാനുണ്ട് അല്ലേ? ആ കിട്ടാനുള്ളതാണ് കോൾസ് ഇൻ അരിയർ. ജനറലി ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് സ്റ്റേജ് വരെയുള്ളതൊക്കെ കിട്ടിക്കാണും. കോൾസ് ഇൻ അരിയർ അതായത് നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, അവർ ഇതുവരെയും തന്നിട്ടില്ല. സോ ഈ കോൾസ് ഇൻ അരിയർ ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് ടു ബി പ്രിസൈസ്. Now what is calls in advance then? Imagine I have ഈ ഒരു എക്സാമ്പിൾ തന്നെ, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഈ ഫൈനൽ കോളിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ 7 പകരം 2 കോൾ ഉണ്ടായിരുന്നു എന്ന് വെക്കാം. അവസാനത്തെ ആ ഒരു എക്സാമ്പിളിൽ 2 കോൾ ഉണ്ടായിരുന്നു ഓഫ് 2 rupees and again 5 rupees. ഫസ്റ്റ് കോളും ഫൈനൽ കോളും. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കോള് വിളിച്ചു, 2 രൂപ 1 ലക്ഷം ഷെയർസിന് പൈസ എല്ലാവരും തരാൻ കമ്പനി വിളിച്ചു കഴിഞ്ഞപ്പോൾ 1 or few shareholders paid the entire 7 rupees. അതായത് അടുത്ത കോളിന് വേണ്ടിയുള്ള പൈസയും കൂടെ നേരത്തെ തന്നെ കമ്പനിക്ക് കൊണ്ട് തന്നു. അപ്പോൾ കമ്പനി അത് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. കമ്പനി ഫസ്റ്റ് കോള് മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആവശ്യപ്പെടാതെ തന്നെ അല്ലെങ്കിൽ ഡ്യൂ ആകാതെ തന്നെ ഏതെങ്കിലും ഒക്കെ ഷെയർ ഹോൾഡേഴ്സ് അടുത്ത സ്റ്റേജിലെ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജസിലെ പൈസ മുഴുവൻ നമ്മൾക്ക് നേരത്തെ കൊണ്ട് തരികയാണെങ്കിൽ ആ എക്സ്ട്രാ തരുന്നതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ കോൾസ് ഇൻ അരിയേഴ്സ് എന്തായിരിക്കും? ഫസ്റ്റ് കോള് 2 രൂപ വിളിച്ചു, അതിൽ 10 ഷെയർ ഹോൾഡർ കൊണ്ട് തന്നില്ല. ആ 10 ഷെയർ ഹോൾഡർ തരാത്ത ആ പോർഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് calls in arrear. Very simple. So let us understand how to record the journal entries and theories associated with it. നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. So entries will be for calls in arrear. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പൈസ കിട്ടാനുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കോളിൽ 2 രൂപ 1 ലക്ഷം ഷെയർസിനാണ് കിട്ടേണ്ടത്. നമുക്ക് എൻട്രി എന്താ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ഷെയർസിന് 2 രൂപ വീതം 2 lakh rupees. To share capital 2 lakh rupees. And then അടുത്ത സ്റ്റേജിൽ ബാങ്കിലേക്ക് പൈസ വരുമ്പോഴാണ് നമ്മൾക്ക് ആരെങ്കിലും ഷെയർസ് തരാത്തത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഞാൻ പറയുകയാണ് 1 ലക്ഷം ഷെയർസ് ഉള്ളതിൽ 10,000 ഷെയർസ് ആണ് ഫസ്റ്റ് കോള് പൈസ തരാത്തത് എന്ന് വെക്കുക. സോ 10,000 into 2 shares, അതായത് 20,000 rupees നമ്മൾക്ക് കിട്ടിയില്ല. ബാക്കി 90,000 into 2 amount rupees മാത്രമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. ദാറ്റ് മീൻസ് 2 lakh കിട്ടേണ്ട അടുത്ത് 1,80,000 മാത്രമാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. സോ ബാങ്കിൽ നമ്മൾ 1,80,000 വെച്ചിട്ട് ഡെബിറ്റ് ചെയ്യും. What happens to the credit? After the amount is being received in your bank, whatever be the amount, share first call എന്ന് പറയുന്ന കൺട്രോൾ അക്കൗണ്ട് ക്ലോസ് ആവും. So share first call അക്കൗണ്ടിൽ നമ്മൾ 2 lakh വെച്ചിട്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യും. So does the journal entry match or tally? No, there is a missing debit of 20,000 which is nothing but the calls in arrear. അപ്പോൾ നമ്മൾ പറയുകയാണ് ടോട്ടലി കിട്ടേണ്ട 2 ലക്ഷം രൂപയിൽ 1,80,000 ബാങ്കിലേക്ക് വന്നു, ബാക്കി 20,000 എൻ്റെ calls in arrear ആണെന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കും. This calls in arrear is actually the difference between called up capital
and paid up capital. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ കാണിക്കുമ്പോൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ എഴുതുന്നത് എത്രയാണ്? ഇപ്പോൾ ഇമാജിൻ ഈ 2 ലക്ഷമാണ് നമ്മൾ എഴുതുന്നത്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ 2 ലക്ഷം എഴുതി ലെസ് കോൾസ് ആൻഡ് അരിയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ 20,000 കാണിക്കും. ബാക്കി 20,000 കുറച്ച് കഴിഞ്ഞിട്ടുള്ള 1,80,000 ആണ്. Then we can say the paid up capital will be. Yeah, so this is how you will treat calls and arrears. Now, what if you have received calls in advance also at this stage? അതായത് നമ്മൾക്ക് കുറച്ച് അഡീഷണൽ എമൗണ്ട് ഈ എൻട്രിയിൽ തന്നെ കിട്ടിയെന്ന് വിചാരിക്കാം. അഡീഷണൽ എമൗണ്ട് എന്ന് വെച്ചാൽ 10,000 ഷെയർസ് നമ്മൾക്ക് കോൾസ് ഇൻ അരിയർ വന്നു. മറ്റൊരു 1,000 ഷെയർസ്, അതായത് ബാക്കി 90,000 ഷെയർസിനുള്ള ഷെയർ ഹോൾഡറിൽ ഒരാൾ 1000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതും അയാൾ അടുത്ത സ്റ്റേജിലെ 5 രൂപ അഡ്വാൻസ് ആയിട്ട് ഈ സ്റ്റേജിൽ കൊണ്ട് തന്നെ തന്നു എന്ന് വെക്കാം. അപ്പോൾ ഫസ്റ്റ് കോളിൽ വിളിച്ച് 1 lakh ഷെയർസ് 2 rupees, 90,000 ഷെയർസിന് 2 rupees കിട്ടിയുള്ളൂ. പക്ഷെ അതിനോടൊപ്പം അടുത്ത സ്റ്റേജിൽ വിളിക്കാൻ പോകുന്ന 5 രൂപ ഒരു ഷെയർ ഹോൾഡർ 1000 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ അഡീഷണലി ഈ സ്റ്റേജിൽ കൊണ്ട് തന്നെ തന്നു, ഫസ്റ്റ് കോളിന്റെ സ്റ്റേജിൽ തന്നെ. സോ ദയർഫോർ നമ്മളുടെ ബാങ്കിലേക്ക് വരാൻ പോകുന്നത് 90,000 ഷെയർസ് ഇൻറ്റു 2 rupees മാത്രമാണ്, അല്ല, ആ 1000 ഷെയർസ് അഡീഷണലി 5 രൂപ കൊണ്ട് തന്ന ആളുടെ പൈസയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും, അല്ലേ? സോ വിച്ച് മീൻസ് മൈ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് പോകുന്നത് ഷുഡ് ബി 1,85,000 rupees. Now, what is that excess 5,000 which leads to an untallied journal? It is nothing but an amount that you have received in advance. Until it is actually due, advance ആയിട്ട് കിട്ടുന്നതൊക്കെ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു കടമാണ്, അല്ലേ? So therefore, I will post that to a separate ledger called calls in advance and give a credit to it because it's my liability, 5,000 rupees. So now this journal entry is tallied. Yeah, I hope it is clear. ഇനി calls in advance നമ്മൾ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്? അടുത്ത കോള് വിളിക്കുമ്പോൾ, അതായത് ഫൈനൽ കോള് വിളിക്കുമ്പോൾ എൻട്രി എന്തായിരിക്കും? ഡ്യൂ എൻട്രി വരാൻ പോകുന്നത് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh ഷെയർസിന് 5 രൂപ വീതമാണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലേ? സോ 5 lakh rupees to share capital 5 lakh. And finally, when you are supposed to receive in bank 1 lakh നമ്മൾ ഷെയർസിന് 5 രൂപ കോൾ ചെയ്യുമ്പോൾ the person who has already given 5 rupees as an advance in the previous stage will say, I do not have to pay anything more. I have already paid for it. So which means എത്ര പേരെ ഇനി ആക്ച്വലി ആ ഫൈനൽ കോൾ വിളിക്കുമ്പോൾ പൈസ തരുള്ളൂ? 1 lakhലെ ബാക്കി 1000 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അതായത് 99,000 ഷെയർ ഹോൾഡേഴ്സിന് മാത്രമായിരിക്കും പൈസ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. സോ 1 lakh minus 1,000 into 5 rupees. So 99,000 into 5 meaning 4,95,000 ആണ് സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോൾ വിളിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരും. അതിൻ്റെ അർത്ഥം ആ 5,000 കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്, ഓൾറെഡി അത് ഫണ്ട് കിട്ടിക്കഴിഞ്ഞിരുന്നു. സോ അഗെയിൻ ഡ്യൂ എൻട്രി ആയിട്ട് നമ്മൾ എഴുതിയ ഫൈനൽ കോൾ എന്ന് പറയുന്ന ആ ലെഡ്ജർ ഒരു കൺട്രോൾ അക്കൗണ്ട് ആണ്. അപ്പൊ എത്ര റിസീവ് ചെയ്താലും എപ്പോൾ റിസീവ് ചെയ്താലും ആ അക്കൗണ്ട് നമ്മൾ ഫുൾ 5 lakhന് തന്നെ ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യണം. So which means again this journal entry is not tallied. How will I tally it? Already I have received calls in advance and that I have kept as a liability അല്ലെങ്കിൽ credit balance ൽ വെച്ചിട്ടുണ്ട്. Once it is actually due and once I have received the rest of the people's amount, I'll close this ledger calls in advance by debiting it. Calls in advance account debit 5,000. അപ്പോൾ ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു എൻട്രി കഴിയുമ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ലെഡ്ജർ ക്ലോസ് ആകുമ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആ ഒരു സമയത്ത് 4,95,000 നേരത്തെ എക്സ്ട്രാ 5,000 കിട്ടിയിരിക്കും. ഇങ്ങനെയാണ് കോൾസ് ഇൻ അഡ്വാൻസും കോൾസ് ഇൻ അരിയേഴ്സും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രോബ്ലം എടുത്ത് അത് മനസ്സിലാക്കാം. But before that, we will also briefly talk about something called interest on calls in arrears and interest on calls in advance. That is, in both cases, at least one party is getting a benefit of holding the cash, like holding the money for period which is here.
in which he is not actually liable or eligible to hold it. So calls and arrears in the case, കമ്പനി ഈ കോള് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഐഡിയലി സ്പീക്കിംഗ് എല്ലാ ഷെയർ ഹോൾഡേഴ്സും പൈസ കൊണ്ട് തരണം അല്ലേ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും തരാതിരുന്ന് കഴിഞ്ഞാൽ അത്രയും നാളും കൂടി അവരെ പൈസ തരുന്ന അത്രയും നാളും കൂടി ആ പൈസ ആർക്ക് ഉപയോഗിക്കാം? ആ ഷെയർ ഹോൾഡറിന് ഉപയോഗിക്കാം. അപ്പോൾ കമ്പനിക്ക് അതുകൊണ്ട് നഷ്ടമാണ്. കമ്പനിക്ക് ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ കമ്പനിക്ക് വേറെ എവിടെയെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പൈസ ഉപയോഗിച്ച് അവരുടെ പർപ്പസസ് ഒക്കെ മീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഷെയർ ഹോൾഡർ തരാതിരിക്കുമ്പോൾ കമ്പനി ആഗ്രഹിച്ച അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് നടക്കാതിരിക്കുന്നത്. And the shareholder is at a benefit because he could use that amount for some other purpose. Yeah, so therefore shareholder is getting benefit and actually the company is suffering a loss, അല്ലെങ്കിൽ suffering a cash crunch. So ആ ഒരു calls and arrears ന് therefore company will charge an interest from the shareholder. അപ്പോൾ അയാൾ പൈസ തരാൻ നേരത്ത് കോൾസിന്റെ പൈസ തരാൻ നേരത്ത് നമ്മൾ അയാളോട് അതിൻ്റെ കൂടെ ഒരു ഇൻട്രസ്റ്റ് കൂടെ ചോദിക്കും. സോ ഫോർ ദ കമ്പനി ഇറ്റ് ഈസ് എൻ ഇൻകം ഫോർ കമ്പനി ബിക്കോസ് പൈസ തരാൻ അയാൾ താമസിക്കുമ്പോൾ ഇനി തരുമ്പോൾ നമ്മൾ അയാളോട് പറയാണ് തരാനുള്ള കോൾ മണിയും അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് തന്നത്. സോ ഷെയർ ഹോൾഡറിന് അതൊരു ചെലവും കമ്പനിക്ക് അതൊരു ഇൻകമും. So interest on calls and arrears, and sometimes percentages will be specified in the question, but if it is not specified, the percentage that you have to collect the interest from shareholders is to the extent of 10% on calls and arrears. Yeah, question silent ആണെങ്കിൽ articles of association ഒക്കെ പറയുന്നത്. ഇനി calls in advance ആണെങ്കിലോ എക്സ്ട്രാ പൈസ അയാൾ കൊണ്ട് തന്നു, അയാൾ തരേണ്ട ആവശ്യമില്ല, ഇത് നേരത്തെ കൊണ്ട് തന്നു. So when he is giving in advance, actually he is suffering a loss. The shareholder is suffering a loss. മറ്റെവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടിയാണ്, ഒരു ബാങ്ക് FD എല്ലാം കിട്ടിയിരുന്നെങ്കിൽ. ആൻഡ് കമ്പനിക്ക് ഇതൊരു ബെനിഫിറ്റ് ആണ്, കാരണം കമ്പനി ഉദ്ദേശിച്ച് പൈസേനേക്കാളും കൂടുതൽ അയാൾ അഡ്വാൻസ് തന്നത് കാരണം കിട്ടിയ കമ്പനി can use it for his own benefit അല്ലേ. So therefore in calls in advance case the shareholder is at a loss and company is at a benefit. A company is at a gain position. Therefore interest on calls in advance is to be paid to the shareholders by the company. So interest on calls in advance is an expense for the company and interest on calls in arrears is an income for the company. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക. ഇനി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 10% എന്നുള്ളതുപോലെ കോൾസ് ഇൻ അഡ്വാൻസിന്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പറയുന്നില്ലെങ്കിൽ 12% ആണ് നോർമലി അപ്ലൈ ചെയ്യേണ്ട പെർസെൻറ്റേജ്. അതിന് മേലോട്ട് പോകാൻ പാടില്ല. അപ്പോൾ വേറൊരു പെർസെൻറ്റേജ് ക്വസ്റ്റനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. ഒന്നും പറയുന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് ഇൻ അഡ്വാൻസ് ഷുഡ് ബി 10 and 12% respectively. Now how will you record the entry for these transactions? Yeah, when calls in arrears എന്ന് പറയുന്ന എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് നമ്മൾക്ക് ഡ്യൂ ആകുമ്പോൾ ഫസ്റ്റ് we will record the due entry. അപ്പോൾ ഡ്യൂ എൻട്രി എങ്ങനെയാണ് റെക്കോർഡ്? ആരുടെ കയ്യിൽ നിന്നാണ് ഈ പൈസ ഇൻട്രസ്റ്റ് നമ്മൾക്ക് കിട്ടേണ്ടത്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലേ. അപ്പോൾ ഓരോ ഷെയർ ഹോൾഡറും പേര് വൈസ് അല്ല നമ്മൾ എഴുതാൻ പോകുന്നത്, ഒരു കളക്റ്റീവ് ലെഡ്ജർ എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന കോമൺ ലെഡ്ജർ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് പല ആൾക്കാർ കാണും, ABCD മെനി ഷെയർ ഹോൾഡേഴ്സ്. അതിൽ ചിലപ്പോൾ D ആയിരിക്കും അരിയർ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഡിയുടെ പേര് ഉപയോഗിച്ചല്ല നമ്മൾ ജേർണൽ എൻട്രി എഴുതുന്നത് ഇൻട്രസ്റ്റിന് വേണ്ടി. പകരം D എന്ന് പറയുന്ന ആൾ ഏത് കാറ്റഗറിയിൽ വരുന്ന ആണ്? ഓണറാണ്, ഷെയർ ഹോൾഡർ ആണ് അല്ലേ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ കളക്റ്റീവ്ലി യൂസ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ലെഡ്ജർ ഉപയോഗിച്ചാണ് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണമെന്ന് പറയുന്നത്. So interest on calls in arrears is an income for the company. So therefore who should pay? The shareholder should pay. So shareholder ne nammal receivable ആക്കും, shareholder ne debit ചെയ്യും, എന്നിട്ട് ആരെ credit ചെയ്യും? To interest on calls in arrears. എന്നിട്ട് ആ computation വഴി entry ചെയ്യും. And finally when he pays that amount we will write bank, അതായത് company will record bank account debit to shareholders. അപ്പോൾ ഇനി അയാൾ receivable അയാൾ പൈസ തന്നു കഴിഞ്ഞു. And interest on calls in arrears എങ്ങോട്ട് പോകും? It will go to my P&L account. Calls interest on calls in arrears as a revenue nature ഉള്ള ഒരു ഇൻകം ആയിട്ട് നമ്മൾ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. Yeah. ഇനി what about interest on calls in advance? Interest on calls in advance should be paid by the company to the shareholder, which means interest on calls in advance is an expense for the company.
So therefore, interest on calls in advance account debit. ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഷെയർ ഹോൾഡറിന്റെ ഇൻഡിവിജ്വൽ പേരല്ല, ഇവിടെയും കളക്റ്റീവ് ലെഡ്ജർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് നമ്മളാണ് കൊടുക്കേണ്ടത് കമ്പനി. therefore ഷെയർ ഹോൾഡർ ഇസ് എ ലയബിലിറ്റി ഓർ പേയബിൾ ഫോർ മീ. അതുകൊണ്ട് അവരെ ക്രെഡിറ്റ് ചെയ്യുന്നു. once you actually pay them, they are no longer your liability. So therefore you will debit shareholders account and you will credit the bank. And since interest on calls in advance is an expense to the bank, you will transfer it to profit and loss account as a expense of revenue nature by debiting in P&L account and crediting this interest on calls in advance account. So these are the entries for calls in advance and calls in arrears and the interest on those cases. Yeah. So I hope it is clear. അപ്പോൾ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പെട്ടെന്ന് വർക്ക് ഔട്ട് ചെയ്യാം. ആൻഡ് ആഫ്റ്റർ ദിസ് വി മൂവ് ഓൺ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ്. പ്രോ റേറ്റ കഴിഞ്ഞാൽ കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയിലേക്കാണ് ഈ ഒരു പോർഷൻ്റെ ജേർണൽ എൻട്രി കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പോകുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് forfeiture and reissue of forfeiture. Yeah. So let us quickly take up illustrations from our study material. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഡെബിറ്റ് തിയറി എഴുതിയിരിക്കുന്നത്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് റീഡ് ഇറ്റ്. ഇലസ്ട്രേഷൻ നമ്പർ 8 വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഒറ്റ ഒരു ലൈൻ ഐറ്റം അല്ലെ, 2 എൻട്രീസ് മാത്രമുള്ളത്. നിങ്ങളൊന്ന് തനിയെ ട്രൈ ചെയ്താലും മതി. Illustration number 8, very simple. Let us take up illustration number 9, which will have all this put together. എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ 9 നമ്മൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യും. Rashmi Limited issued at par 1 lakh equity shares of 10 each payable, 2.5 on application, 3 on allotment, 2 on first call and balance on final call. All the shares were fully subscribed. Mr. Nair, who had held 10,000 shares, paid full remaining amount on first call itself. The final call, which was made after 3 months from first call, was fully paid except a shareholder having 1,000 shares who paid his due amount after 2 months along with interest on calls and arrears. Company also paid calls in advance to Mr. Nair. Give journal entries to record this transaction. So ഏറ്റവും ആദ്യം തൊട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ issued at par ആണ്, അതായത് പ്രീമിയം ഒന്നുമല്ല. 1 lakh 10 rupees ഷെയർ 10 rupees കൊടുത്തത്. ആൻഡ് ഫുള്ളി സബ്സ്ക്രിപ്ഷൻ, അതായത് പ്രോ റേറ്റ ഒന്നും തന്നെ ഇല്ല. സോ therefore ആദ്യത്തെ ആ എൻട്രി തൊട്ട് നമ്മൾക്ക് റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 9. ഡേറ്റ്സ് ഒന്നും നമ്മൾക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ഡേറ്റ് ഒന്നും എഴുതാതെ ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. So first entry being bank account, application money receive ചെയ്യുന്നത്. So fully subscribed ആയത് കാരണം 1 lakh shares in application money 2.5 rupees. So 2.5 rupees എന്ന് പറയുമ്പോൾ 2,50,000 shares. Sorry, 2,50,000 rupees. To is it equity share? Let's see. Equity share capital തന്നെ നമ്മൾ application തന്നെ എഴുതാം. To equity share application 2,50,000, and immediately I'll transfer it to capital. Allotment in the date ഉണ്ടെങ്കിൽ ആ ഡേറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഒന്നും തരാത്ത സ്ഥിതിക്ക് അടുത്ത ഓർഡർ നമ്മൾ എഴുതിയാൽ മതി. So to equity share capital 2,50,000. So once these entries are done, we move on to allotment stage. Allotmentil 3 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ അഡ്വാൻസിനെ കുറിച്ചൊക്കെ പറയുന്നത് ഫസ്റ്റ് കോളിൻ്റെ സമയത്താണ്. സോ അലോട്ട്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് പോകാറുണ്ട്. 3 രൂപ വീതമാണ് കളക്ട് ചെയ്യുന്നത്. സോ അലോട്ട്മെൻറ്റ് ആദ്യമേ റെക്കോർഡ് ചെയ്യേണ്ടത് ഡ്യൂ എൻട്രി ആണ്. സോ ഇക്വിറ്റി ഷെയർ allotment account debit to equity share capital 1 lakh
to 3, which is 3 lakh rupees. And it was received also. So therefore, bank account debit to equity share allotment 3 lakh rupees. So now that allotmentum എഴുതിയ സ്ഥിതിക്ക് അടുത്തത് ഷെയർ ഫസ്റ്റ് കോളിൽ ഡ്യൂ ആണ്. 2 rupees വെച്ചിട്ടാണ് ഡ്യൂ ആകുന്നത്. അതും നമ്മൾക്ക് വലിയ പാടില്ലാതെ എഴുതി പോകാം. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് 1 lakh into 2. 2 lakh to equity share capital 2 lakh. സോ അടുത്ത എൻട്രി എഴുതുമ്പോഴാണ് നമ്മൾ എന്തിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഒരു അഡ്വാൻസ് നമുക്ക് കിട്ടുന്നത്. അതായത് മിസ്റ്റർ നായർ who held 10,000 shares paid full remaining amount on first call himself. അപ്പോൾ എത്രയാണ് ഫസ്റ്റ് ഫൈനൽ കോളിൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ട്? 10 രൂപ ഷെയറിൽ ആപ്ലിക്കേഷനിൽ 2.5 കിട്ടി, അലോട്ട്മെന്റിൽ 3 കിട്ടി, ഫസ്റ്റ് കോളിൽ 2 കിട്ടി. അപ്പോൾ ഇനിയും ഒരു 2.5 രൂപയാണ് കിട്ടാനുള്ളത്. അപ്പോൾ മിസ്റ്റർ നായർ അയാൾ ഫസ്റ്റ് കോളിൽ 2 രൂപ വിളിച്ചപ്പോൾ ഫസ്റ്റ് കോളിന്റെ 2ഉം ബാക്കിയുള്ള 2.5 രൂപയും കൂടെ ചേർത്താണ് തന്നതെന്ന് പറയുന്നു. സോ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്രയാണ് വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. ഇനി അരിയറുകളെല്ലാം ആ കേസിലുണ്ടോ എന്ന് നോക്കുക. ഇല്ല, അരിയർ പറയുന്നത് ഫൈനൽ കോളിലാണ്. സോ ദെയർഫോർ ഫസ്റ്റ് കോളിന്റെ സമയത്ത് കോൾസ് ഇൻ അഡ്വാൻസ് മാത്രമേ ഉള്ളൂ. സോ 1 lakh ഷെയർസിന് ഫുൾ 2 രൂപയും കിട്ടി, പ്ലസ് മിസ്റ്റർ നായർ തന്ന 10,000 ഷെയർസിന്റെ 2.5 രൂപ ഫൈനൽ കോളിലും കൂടെ നമുക്ക് അഡീഷണലി കിട്ടിയിട്ടുണ്ട്. സോ ദെയർഫോർ I have received 2,25,000 totally in my bank account. And അതിൽ ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോളിലേക്ക് എത്രയേ പാടുള്ളൂ, അല്ലെങ്കിൽ എത്രയേ ട്രാൻസ്ഫർ വരുന്നുള്ളൂ? 2 lakh rupees, which was actually due this time. Remaining was calls in advance given by Mr. Nair, and that is my liability till it is actually due for receipt. So therefore calls in advance എന്ന് പറഞ്ഞ് ഞാൻ ക്രെഡിറ്റ് ചെയ്യും 25,000 രൂപ. Yeah, so I have recorded that. Now the next entry. The final call, which was made after 3 months from first call, was fully paid except a shareholder having 1,000 shares who paid his due amount after 2 months along with interest on calls and arrears. Company also paid interest on calls and advance to Mr. Nair. അപ്പോൾ കമ്പനി കോൾസ് ഇൻ അഡ്വാൻസ് പേ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. സോ കോൾസ് ഇൻ അഡ്വാൻസിനും ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര മാസത്തെ ഇൻട്രസ്റ്റ് ആണ് നായറിന് നമ്മൾ കൊടുക്കേണ്ടത്? എന്നാണ് ഫൈനൽ കോൾ ഡ്യൂ ആകുന്നത്? 3 മാസങ്ങൾക്ക് ശേഷം, അതായത് ഫസ്റ്റ് കോൾ വിളിച്ച് 3 മാസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഞാൻ തിയറിയിൽ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും നിങ്ങളോടത് പറയാനത് ലോജിക്കലി നമ്മൾക്കൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അയാൾ തന്നിരിക്കുന്നത് പൈസ ഇമാജിൻ 1st ഫെബ്രുവരിയിലാണെന്ന് വെക്കാം, അന്നാണ് അയാൾ തന്നത്. ശരിക്കും അയാൾ തരേണ്ടിയിരുന്നത് ഈ ഫസ്റ്റ് കോൾ കിട്ടിയതിന് 3 മാസങ്ങൾക്ക് ശേഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര നാളാണ് ആ പൈസ എക്സ്ട്രാ കമ്പനിയുടെ കയ്യിൽ വരുന്നത്? 3 monthsനല്ലേ. സോ ഹൗ മെനി മന്ത്സ് ഇൻട്രസ്റ്റ് ഷുഡ് കമ്പനി പേ? ആ എക്സ്ട്രാ പീരീഡ്, അതായത് 3 months, വിച്ച് മീൻസ് യു ക്യാൻ ഫോർമുല വൈസ് പറയുകയാണെങ്കിൽ the day from when he paid in advance to the day is actually liable to pay, അല്ലെങ്കിൽ due for payment അന്ന് വരെ. ഇനി ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ആൻഡ് അരിയേഴ്സ് ആണെങ്കിലോ, കോൾസ് ആൻഡ് അരിയേഴ്സ് ആണെങ്കിൽ തിരിച്ചാണ്. നമ്മൾ കമ്പനി റിക്വസ്റ്റ് ചെയ്തു, ഷെയർ ഹോൾഡർ ആണ് തരാത്തത്. അവർക്കപ്പോൾ ഇൻട്രസ്റ്റ് എന്തുകൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്? എന്നാണോ ഡ്യൂ ആയത് അന്ന് തൊട്ട് അയാൾ ആക്ച്വലി എന്ന് തന്നു ആ പീരീഡിനായിരിക്കും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. അത് ലോജിക്കലി മനസ്സിലാക്കാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഫോർമുല അല്ലെങ്കിൽ ഹിയർ സ്പെസിഫിക്കലി പറയാനുള്ളത്. സോ വി ഹാവ് കോൾസ് ഇൻ അഡ്വാൻസ് 3 മാസത്തേക്കാണ് ഉണ്ടായിരുന്നത്. സോ 3 മാസത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും ആർക്ക് കൊടുക്കേണ്ടത്? we have to give Mr. Nair. ഇനി ഡേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ആ ഓർഡറിൽ എഴുതാം. നമ്മുടെ ഡേറ്റ്സ് തരാത്ത കാരണം ഫൈനൽ കോളും ഇൻട്രസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി. സോ ലെറ്റ് us first record the final call being due. Final call being due എന്തായിരുന്നു? ഇക്വിറ്റി ഷെയർ ഫൈനൽ
കോളുകൾ ഇവിടെ ഫൈനൽ കോളം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ പേര് തന്നെ യൂസ് ചെയ്യുക. ഫൈനൽ കോളം എന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കോളം എന്ന് വേണമെങ്കിൽ എഴുതാം, പക്ഷെ പൊതുവെ അവസാനത്തെ കോളിന് ഫൈനൽ കോളം എന്നാണ് പറയുന്നത്. ഈ ഒറ്റ കോളം ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ കോളം എഴുതിയാലും തെറ്റില്ല. സോ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. I was supposed to get 1 lakh in mail 2.5 rupees. That is 2,50,000 I was supposed to get. So this is my due entry. The next being I have to record the amount that I have actually received in bank. How much will I actually receive in bank? 1 lakh shareholders ആണ് തരേണ്ടത്, അല്ലെ 1 lakh ഷെയർസിനാണ് പൈസ കിട്ടും. അതിൽ മിസ്റ്റർ നായർ ഓൾറെഡി തന്നു കഴിഞ്ഞു. അപ്പോൾ അയാൾ ഇനി തരേണ്ട കാര്യമുണ്ടോ? ഇല്ല. നായരുടെ 10,000 രൂപ തരേണ്ട കാര്യം. അത് കൂടാതെ ഒരു അഡീഷണൽ ഷെയർ ഹോൾഡർ, അയാൾക്ക് 1000 ഷെയർസ് ഉള്ള ആളും ഈ ഫൈനൽ കോളിന്റെ പൈസ ചോദിച്ച ആ സമയത്ത് തന്നില്ല. So which means that is also not received in my bank. So therefore I can say 1 lakhil നിന്നും 10,000 1000 കുറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്, which is nothing but 89,000 rupees. How much should I close the final call with? അത് ഷെയർ ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും തന്നെയാണ് നമ്മൾ 89,000 അല്ലേ ഇവിടെ എഴുതേണ്ടത്. 89,000 into 2.5. Sorry, 2 lakh 89,000 is the number of shares. അതിന്മേൽ 200 രൂപ കിട്ടുന്നുണ്ട്. സോ 2,22,500 ബാങ്കിലേക്ക് കിട്ടിയത്. ഷെയർ ഫൈനൽ കോളിലേക്ക് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് ഫുൾ 2,50,000 which I was due to receive. അതിൽ കോൾസ് ആൻഡ് അഡ്വാൻസ് നേരത്തെ കിട്ടിയത് അന്ന് ഞാൻ ലയബിലിറ്റി ആയിട്ട് എഴുതി മാറ്റി വെച്ചു. ഇന്ന് when it is actually due and I have received the entire receipts, I can debit and close. So therefore already credit ഇട്ട കോൾസ് ആൻഡ് അഡ്വാൻസിനെ ഞാൻ ഡെബിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും. Calls and advance account debit. How much was it? 10,000 in the 2.5, which was 25,000 rupees. And also I have a calls and arrear, which is another debit. കാരണം എന്താണ് another debit? ക്യാപിറ്റലിൽ നിന്ന് നമ്മളിത് കുറയ്ക്കാൻ പോവുകയാണ്, കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് അല്ലെ പെയ്ഡ് അപ്പിലേക്ക് എത്താൻ. So that is also another debit balance. Calls and arrears. How much shares ആണ് കോൾസിന്? 1000 ഷെയർസിന് 2.5 രൂപ വീതം. So 1000 into 2.5 being 2,500. Now if you check the entire debits and credits will get tallied. So 25,000 plus 2,500 plus 2,22,500 is going to be the entire 2,50,000. So calls in advance close ആയി പോയി. Calls in arrear debit balance ആയിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ അയാൾ തരുന്നതിന് മുൻപ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിലെ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഈ കോൾസ് ആൻഡ് അരിയേഴ്സിനെ കുറച്ചിട്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിലേക്ക് എത്തും. സോ നമ്മൾ ഇത് രണ്ടും റെക്കോർഡ് ചെയ്യും. ഇനി എന്താണ് റെക്കോർഡ് ചെയ്യാനുള്ളത്? ഇവർക്കൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? സോ നായറിന് കൊടുത്ത ഇൻട്രസ്റ്റിനെ കുറിച്ച് ആദ്യം നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം. എന്തായിരിക്കും എൻട്രി വരാൻ പോകുന്നത്? ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് തന്നെ എഴുതിക്കൊള്ളുക, ബിക്കോസ് നമുക്കറിയാം ഏത് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുള്ളത്. ആ പ്രിഫറൻസ് കൊടുത്തത് ആ ഒരു പ്രീഫിക്സ് കൊടുത്തത് പ്രിഫറൻസ് ഷെയർസ് ആയിരുന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്വിറ്റി ആയത് കാരണം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് നമ്മൾക്ക് പറയാം. സോ നായറിന്റെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾക്ക് ആദ്യം കിട്ടും. അങ്ങനെ ഓർഡർ ഒന്നുമില്ല, ഡേറ്റ് ഒന്നും പ്രത്യേകിച്ച് പറയാത്തത് കൊണ്ട്. പക്ഷെ എന്നാലും 3 months കോളിന്റെ ആ സമയത്ത് നമ്മൾ പേയ്മെന്റ് ഫൈനൽ കോൾ ഡ്യൂ ആയി പേയ്മെന്റ്സ് റിസീവ് ചെയ്യുമ്പോൾ ഐഡിയലി സ്പീക്കിംഗ് നായറിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതാണ്. സോ അത് ആദ്യം നമ്മൾക്ക് എഴുതാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവാണ്. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ്. And whom should I pay it to? I should pay it to the equity shareholders. ഇവിടെ മിസ്റ്റർ നായർ എന്നുള്ള പേര് എഴുതണ്ട, അത് ബ്രാക്കറ്റിൽ നറേഷൻ എഴുതുമ്പോൾ മാത്രം എഴുതേണ്ട. എത്ര രൂപയാണ് അയാൾക്ക് കൊടുക്കുന്നത്? അയാൾ തന്ന കോൾസ് ഇൻ അഡ്വാൻസ് എത്ര രൂപയായിരുന്നു? 25,000 rupees ആയിരുന്നു അല്ലേ? സോ 25,000 rupeesന്മേലാണ് ഞാൻ കോൾസ് ഇൻ അഡ്വാൻസിന്മേലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇനി കോൾസ് ഇൻ അഡ്വാൻസിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന മാക്സിമം പെർസെൻറ്റേജ് ആയ 12% കൊടുക്കുക.
കൊടുക്കുക. സോ 12% അപ്ലൈ ചെയ്യും. എത്ര മാസമാണ് അയാൾ ഇത് കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് നമ്മൾക്ക് തന്നത്? We can see that the final call which was made after 3 months from first call. So first call ന്റെ സമയത്ത് തന്നെ അയാൾ തന്നെങ്കിൽ 3 മാസങ്ങൾക്ക് ശേഷം തരേണ്ട ഫൈനൽ കോളിലാണ് അയാൾ നേരത്തെ തന്നത്. Which means the company had this excess money at their disposal for 3 months. അപ്പോൾ 3 monthsനായിരിക്കണം നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. So which is going to be 750 rupees. Yeah. 750. And narration എഴുതിക്കൊള്ളുക, interest due to Mr. Nair being 750. Now immediately I have to pay it also. How will I pay it? Equity shareholders in a debit ചെയ്യും and I'll pay through my bank 750. ഇനി പി ആൻഡ് എൻട്രി എഴുതണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഏറ്റവും അവസാനം എല്ലാ ഇൻട്രസ്റ്റും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. So interest on calls in advance എഴുതി. അടുത്തത് interest on calls in arrear ആണ്. Why interest on calls in arrear? Because എന്നാണോ ഫൈനൽ കോൾ ഡ്യൂ ആകുന്നത് അന്ന് അയാൾ തന്നില്ല, പക്ഷെ 2 മാസങ്ങൾക്ക് ശേഷം who paid his due amount after 2 months along with interest എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കോൾ തരേണ്ട അത് കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷം അയാൾ പൈസ തന്നു അല്ലേ? അപ്പോൾ പൈസ തന്നപ്പോൾ കോൾസ് ഇൻ അരിയറിന് നമ്മൾക്ക് പൈസ കിട്ടി, ഇൻട്രസ്റ്റിന് നമ്മൾക്ക് പൈസ കിട്ടി. അപ്പം നമുക്ക് ആദ്യമേ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന എൻട്രി എഴുതിയിട്ട് പൈസ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് എഴുതാം. സോ ഫസ്റ്റ് amount interest and calls in arrear is an income for the company. So who has to pay that? The equity shareholder who has defaulted. So we will debit equity shareholder as he is a receivable in this case. 2 interest on calls in arrears. And how much is the amount? He didn't pay me how much? 2500 ആണ് അയാൾ അരിയർ വരുന്നത്. അപ്പോൾ 2500 രൂപയ്ക്കാണ് ഇൻട്രസ്റ്റ് അയാൾ നമുക്ക് തരുന്നത്. എത്രയാണ് പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ലെങ്കിൽ 10%. ആൻഡ് ഹൗ മെനി മന്ത്സ് ഡിഡ് ഹി ഡിലേ? ആക്ച്വലി തരേണ്ട ദിവസം തൊട്ട് എന്നാണോ അയാൾ തന്നത് അതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, വിച്ച് വാസ് 2 months എന്നാണ് പറയുന്നത്. സോ therefore he should give me 41.66 സംതിങ്. അപ്പോൾ നമുക്കത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 41.67 എന്നോ അല്ലെങ്കിൽ വേണമെങ്കിൽ 42 എന്ന് വേണമെങ്കിലും എഴുതാം. Just going to round it up to 2 decimals. So 41.67 അയാൾ തരണം along with അയാൾ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് തരാൻ പോകുന്നത് അല്ല, കോൾ മണിയും കൂടെ അയാൾ തരണം അല്ലേ? സോ അടുത്തത് അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് പൈസ കിട്ടുന്നതാണ്. So when he gives me money, he'll give me 2500 for the calls in arrear plus the interest on calls in arrear, which means in my bank I'll receive 2541.67 against calls in arrear ഓൾറെഡി ഒരു ഡെബിറ്റ് ബാലൻസ് ആണ്. ആ പൈസ നമ്മൾക്ക് കിട്ടി കഴിയുമ്പോൾ പിന്നെ ആ ഡെബിറ്റ് ബാലൻസ് കാണിക്കേണ്ട കാര്യമില്ല, ക്രെഡിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക 2500 and remaining will be credited to the equity shareholders because he is no longer my receivable. അയാൾ പൈസ തന്ന് 41.67. And finally, if you want, you can record the P&L entry also, not a compulsion. Company accounts P&L legal transfer entry compulsion ആയിട്ട് പറയുന്നില്ല, പക്ഷെ എങ്ങാനും എഴുതുകയാണെങ്കിൽ how will you record? Interest on calls in advance is an expense. So expense ആണെങ്കിൽ P&L അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. P&L account debit 750 to interest on calls in advance. Interest on calls in arrears is an income. So you will credit P&L account and debit the ledger to close it. So interest on calls in arrears account debit 41.6. ഈ ഒരു എൻട്രി ആണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് എൻട്രി കമ്പനി അക്കൗണ്ട്സിന് P&L ട്രാൻസ്ഫർ ഒന്നും അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല, ചെയ്തത് കൊണ്ട് തെറ്റൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് എ റവന്യൂ നേച്ചറിലുള്ളത് കാരണം we have done correctly. So with that we complete the calls in arrear and calls in advance and its related interest computation. Okay? So we have another important portion left from this chapter, which is forfeiture and its reissue, that I will take up as another class quickly. With that, we will shares complete.
ചെയ്യും. അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് 2-3 പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഫോർഫീച്ചറും റീഇഷ്യൂ. അതുകൊണ്ട് മാത്രം and then we will quickly move on to debenture and close this chapter. Yeah. So please try out all the questions till we have done. പിന്നെ ഇതേ മോഡലുള്ള നിങ്ങളുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയൽ തന്നിരിക്കുന്നു. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ let me know. Yeah. So till we meet again, stay safe.